കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ ആരും തന്നെ എടുക്കാത്ത ഒരു കൂട്ടം വിഷയങ്ങളുടെയും നമ്മുടെ കയ്യിൽ തരികയും നമ്മൾ ആ വിഷയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ആത്മയുദ്ധം ചെയ്യുന്ന ദൈവമക്കൾക്ക് നമ്മളായിരിക്കുന്ന തലമുറ എന്തെന്നും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ശൂന്യത എന്ത് എന്നും മനസ്സിലാക്കേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. 3-4 ദിവസങ്ങളായിരിക്കും എനിക്ക് 1-1.5 മണിക്കൂർ വീതം കിട്ടുന്നത്. 1-1.5 മണിക്കൂറോളം കിട്ടും. ഇതുപോലൊരു 3-4 സെക്ഷനുകളായിരിക്കും ഇനി ഈ ആഴ്ചയിൽ എനിക്ക് കിട്ടാൻ പോകുന്നത്. ആ സെക്ഷനുകൾ കൊണ്ട് ഒരു ഭാഗമെങ്കിലും ഞാനിത് കവർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ ഈ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. പല സഹോദരന്മാർ ചേർന്ന് ഗ്ലോബലി എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇത് കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളുടെയും വെബ്സൈറ്റുകളുടെയും 10-1 പോലും എനിക്ക് വായിക്കാൻ ഒത്തിട്ടില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഒക്കത്തില്ല. അതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഒക്കുന്നത് ഏറ്റവും വേഗത്തിൽ നോക്കുകയും മറ്റ് സഹോദരന്മാരെന്നെ സഹായിക്കുകയും ഞാൻ ശരിയെന്ന് കാണുന്നത് വേറൊരാളിൻ്റെ ഇടയിൽ കൊടുത്ത് അവരത് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് സത്യമാണെന്ന് ഉറപ്പുവരുത്തി, വേറൊരാൾ എനിക്ക് എടുത്തു തരുന്നത് ഞാനൊന്നുകൂടെ വെരിഫൈ ചെയ്ത് സത്യമാണെന്ന് ഉറപ്പുവരുത്തി ഇങ്ങനെ 2-3 ഭാഗങ്ങൾ വെരിഫൈ ചെയ്ത ശേഷമേ ഇത് പുറത്തു കൊണ്ടുവരുന്നുള്ളൂ. ഞാൻ ഒരാശയം കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനനത്തിങ്കൽ ഒരു സാധാരണ കുടുംബത്തിൽ വെറും ആവറേജായി ജനിച്ചു. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ കാരണത്താൽ വിദ്യാഭ്യാസവും മറ്റും നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ സാധാരണക്കാരന് താഴെയായിട്ട് ഞാൻ പോയി. പക്ഷേ അന്നും ക്രിസ്തീയ സാക്ഷ്യം സൂക്ഷിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു. അടുത്തൊരാളിനോട് സംസാരിക്കുന്നതിൽ തകരാറൊന്നും ഇല്ലെങ്കിലും സംസാരിച്ചാൽ അതുകൊണ്ട് നന്മയ്ക്ക് പകരം തിന്മയുണ്ടാകുമോ, അല്ലെ എനിക്ക് അധികം പ്രയോജനപ്പെടേണ്ട സമയം കുറച്ച് പ്രയോജനത്തിനു വേണ്ടി മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എനിക്ക് വന്നു. ഞാനൊരു ബിസിനസ് ചെയ്താൽ എൻ്റെ 100 രൂപയുണ്ട്. ആ 100 രൂപ കൊണ്ട് കപ്പലണ്ടി കച്ചവടം തുടങ്ങിയാൽ മേ ബി എനിക്ക് 10 രൂപ ഒരു മണിക്കൂർ കൊണ്ട് ലാഭം ഉണ്ടാക്കാം. വേറൊരു ബിസിനസ്സാണ് ചെയ്ത് 20 രൂപ ലാഭം ഉണ്ടാക്കാൻ ഒക്കുമെങ്കിൽ ഒരേ സമയം ഒരേ ക്യാപിറ്റലിൽ കൂടുതൽ ആദായം ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് ചെയ്യുന്നത് ഏത് ബിസിനസ്സുകാരനും വേണം. ജീവിതം പണിയേണ്ട ഒരു വ്യക്തിക്ക് തൻ്റെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ഒരായുസ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേടാൻ കഴിയുന്നത് എങ്ങനെ, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നൊരു ചിന്ത എന്തോ ചെറിയ പ്രായത്തിലുണ്ടാകത്തു വന്നു. എൻ്റെ വിവാഹശേഷം ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകളിൽ ഒരാൾ വന്ന് എൻ്റെ ഭാര്യയോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവളോട് ഇരിപ്പുണ്ട്. പുള്ളി നിന്നോട് വർത്താനം പറയുമോ? കാര്യം ഞാൻ പെൺകുട്ടികളോട് മിണ്ടത്തില്ലെന്നുള്ളത് നാട്ടിൽ അറിയാവുന്ന കാര്യമാണ്. ഒരു കൂട്ടർ പറഞ്ഞു കാണും വട്ടാണെന്ന്. ആന്നിടോ എൻ്റെ പുറകെ പെൺപിള്ളേരാരും ഇല്ല. എൻ്റെ കുറേ കൂടെ ചെറിയ പ്രായത്തിൽ ഒരിക്കൽ അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ കയ്യിൽ ഒരു മോതിരം ഇട്ടില്ലേ പെൺപിള്ളേരെല്ലാം പുറകെ കൂടും, അതുകൊണ്ടൊരു മോതിരം ഇടണം എന്നൊരു ധാരണ ഒരാൾ പറഞ്ഞു. അപ്പം വേറൊരാൾ പറഞ്ഞു ഒരു മറുപടി എൻ്റെ ഓർമ്മയിൽ വന്നു. നിൻ്റെ പുറകെ പെൺപിള്ളേർ കൂടും, എൻ്റെ പുറകെ വരികയില്ലട. കാര്യം എന്നെ കണ്ടാൽ ഞാൻ ഇതിന് വന്നതല്ലെന്ന് അവർക്കറിയാം. നിന്നെ കണ്ടാൽ അതിനാ നടക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് ജീവിതം എവിടെ സൂക്ഷിക്കണം, എവിടെ വില കൊടുക്കണം എന്ന് അന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങിയതിനാൽ ഇന്ന് നിൽക്കുന്ന അവസ്ഥ വരെ കർത്താവ് കൃപയാൽ കൊണ്ടു. അടുത്തൊരു ഗ്രൂപ്പ് കിളന്നു വരുമെങ്കിൽ വരട്ടെ, അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അടുത്തൊരു ഗ്രൂപ്പിന് വളരാൻ കഴിയുമെങ്കിൽ വളരട്ടെ, അതിനു വേണ്ടിയാണ് പറയുന്നത്. ദൈവം നമുക്ക് ഇത്രയും ഫെസിലിറ്റികളൊക്കെ തന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി. ആരംഭത്തിങ്കൽ ഗംഗാനഗറിലെ നമ്മുടെ അടുത്തുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കാനും അവിടെ ഒരു കൊച്ചു ബിൽഡിംഗ് വെക്കാനും വേണ്ടി എല്ലാ സഭകളും സാധാരണ ചെയ്യുന്നത് പോലെ ഒരു കൊച്ചു നോട്ടീസ് അടിച്ച് അല്ലെങ്കിൽ ഒരു ലെറ്റർ അടിച്ചൊരു 10 സഭകൾക്ക് കൊടുക്കുകയും കുറഞ്ഞ പക്ഷം കുറേ രസീത് ബുക്കുകൾ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ സഹോദരന്മാരുടെ കൊടുത്തതിനൊരു 10 രൂപ പിരിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം 10 രൂപ കിട്ടിയേക്കും. ഞാൻ ആലോചിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ലാതെ ദൈവത്തിന് ചെയ്യാമല്ലോ. അതേസമയം നമ്മുടെ ചർച്ചിനകത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി വേണ്ടത്ര ഇല്ലാഞ്ഞതുകൊണ്ട് ആരുടെയും നിന്നും കാശ് പിരിക്കത്തില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ നടന്നു തിരിഞ്ഞു നോക്കിയാൽ ദൈവം ഒരു ശുശ്രൂഷ തന്നു. ആ ശുശ്രൂഷ ഉണ്ടായിരുന്നത് കൊണ്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിലും ആളുകൾ വിളിച്ചു. പോയിടത്തൊക്കെ പണം കിട്ടി. ഞാൻ പോയത് എൻ്റെ വീട്ടുവായ്ക്കല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1975 ആദ്യമായി ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. ഉപരിപഠനത്തിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് അയച്ചതാണ്. ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ചെന്നു. എൻ്റെ ട്രെയിനിങ് നന്നായി നടന്നു. ഫാക്ടറികളിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, കോളേജുകളിൽ പഠിപ്പീരുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു കോമ്പിനേഷൻ. ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞങ്ങൾ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പ്രാക്ടിക്കലിന് വേണ്ടി ഞങ്ങൾ എടുത്തിരുന്ന ഒരു ഫാക്ടറി
ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഫാക്ടറികളിൽ ഒന്നാണ്. അവിടെ മാത്രമേ ഹയർ സ്റ്റഡീസിന് ഇന്ത്യൻ ഗവൺമെൻറ് വിട്ട ഒരാളിനെ അവർ ട്രെയിൻ ചെയ്യത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചില പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഗിഫ്റ്റായി തന്നു. രണ്ട് ഞങ്ങൾ പോയവർക്ക് ടൈയുടെ പിന്നെ ഇതെല്ലാം കൂടെ ചില ഐറ്റംസൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നു. ഗിഫ്റ്റ് കിട്ടിയത്, അതായത് ഞങ്ങളവിടെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ, ഞാൻ കാണിച്ച മാതൃകയുടെ, ഞങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കുറച്ച് ഗിഫ്റ്റ് തന്നത്. ഗിഫ്റ്റ് കിട്ടി, അത് ഞങ്ങൾ വീട്ടിൽ വെച്ചു. പേരെഴുതിയ ഗിഫ്റ്റ് തന്നത്. ഒരു പുസ്തകം തന്നാൽ ഗിഫ്റ്റഡ് ടു M.A. വർഗീസ് അല്ലെ ഗിഫ്റ്റഡ് ടു സോ ആൻഡ് സോ അങ്ങനെ എഴുതി. എൻ്റെ കൂടെ പലരുണ്ടായിരുന്നു, പോയവർക്കെല്ലാം കിട്ടി. ഒരു ടൈപ്പിന് തന്നു, ആ കമ്പനിയുടെ പേര് ഗിഫ്റ്റഡ് ടു M.A. വർഗീസ്. അതിൽ എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയ, വെളിയിൽ വായിക്കത്തില്ല, അകത്തോടെ വായിക്കാം, അങ്ങനെ എല്ലാം എഴുതിയാണ് വെച്ചിരുന്നത്. എല്ലാം കിട്ടി. എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഡീബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഡീബ്രീഫിങ്ങിന് വേണ്ടി എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സീനിയർ ഓഫീസർ ചോദിച്ചു, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ? ഞങ്ങൾ പറഞ്ഞു കിട്ടി. അത് എന്ത് വീട്ടിലുണ്ട്? അങ്ങേര് ചോദിച്ച ഭാഷ കട്ടിയായിപ്പോയി, പക്ഷേ ഇന്ന് എനിക്കത് ഓർമ്മയുണ്ട്. അങ്ങേര് ഇതൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ അമ്മാച്ചൻ്റെ വകയായിട്ടാണോ? പോയിടത്ത് നിൻ്റെ അപ്പനെ പരിചയമുള്ളത് കൊണ്ടാണോ, നിൻ്റെ അമ്മച്ചനെ പരിചയമുള്ളതുകൊണ്ടാണോ നിനക്ക് ഗിഫ്റ്റ് തന്നത്? ഇതെന്നെ ഇടപെടാ, ഞാൻ അവിടെ നല്ല മാർക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ചോദ്യം, നിൻ്റെ അപ്പനെ പരിചയപ്പെട്ടത് കൊണ്ടോ അമ്മച്ചനെ പരിചയപ്പെട്ടത് കൊണ്ടോ ആണോ നിനക്ക് ഗിഫ്റ്റ് കിട്ടിയത്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫിലാണ് നിനക്ക് ഗിഫ്റ്റ് കിട്ടിയത്, എടുത്തോണ്ട് പോയി. ഇവിടെ ടൈപ്പിന് വരെ വാങ്ങിച്ചു വെച്ചു. ഇന്ത്യൻ ഗവൺമെൻറ് നിന്നെ അയച്ചാൽ നിൻ്റെ ഗിഫ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിനുള്ളതാണ്. കാര്യം നിൻ്റെ ശമ്പളം ഇവിടെ കറക്റ്റായിട്ട് തന്നില്ലേ? ഞാൻ എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പോയിച്ചു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ അപ്പനെ പരിചയമുള്ളത് കൊണ്ടല്ല ആരും വിളിച്ചത്, അമ്മച്ചനെ പരിചയമുള്ളത് കൊണ്ടല്ല ആരും വിളിച്ചത്, സഭയ്ക്ക് വേണ്ടി കിട്ടിയതാണ്. അതുകൊണ്ട് ചർച്ചിനിരിക്കട്ടെ. ഇന്ന് വരെ ഇത്രയും ധൈര്യത്തോടെ പറയാം, സീറോയിൽ നിന്ന് ആരംഭിച്ച് ഒരൊറ്റ മനുഷ്യനോട് ₹1 ചോദിക്കാതെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് കിട്ടിയത് കർത്താവിന് വേണ്ടി കൊടുത്തു. ഇവിടം വരെ കർത്താവ് കൊണ്ടുവന്നു. ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? കർത്താവ് നിങ്ങളുടെ കൈ ബലപ്പെടുത്തും. കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? നിങ്ങളാരുടെയും കയ്യിൽ നിന്ന് തെണ്ടേണ്ടതില്ല, ഒരൊറ്റയാളിനോട് ചോദിക്കേണ്ടതില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. വിശ്വസിച്ചേപ്പിക്ക് മെസ്സേജസ്. എല്ലാവരും പറയുന്ന മെസ്സേജ് മാത്രം പറയാനാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ വേണ്ടിയിട്ടല്ലേ. എൻ്റെ ഒരു മൂത്ത സഹോദരൻ ഒരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുക്കൽ ഞാൻ പോയിരുന്ന സമയത്ത് ലോവർ ലെവലിലുള്ള ഒരു എഞ്ചിനീയർ, ലോവർ ലെവലിലുള്ള ഒരു എഞ്ചിനീയർ വന്ന് അതിനോട് പറഞ്ഞു, എനിക്ക് ഇന്ന ടൂൾസ് ഇല്ല, എനിക്കൊന്നൊരു ലോങ് നോസ് പ്ലെയർ ഏതാണ്ട് ഒരു സാധനമാണ്, ഇന്ന ടൂൾ ഇവിടെ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ പൊതു നിയമപ്രകാരം കറക്റ്റ് ടൂളെ ഉപയോഗിക്കാവുള്ളൂ, അതങ്ങനെയാണ്, ആ ടൂൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പണി പെൻഡിങ്ങില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്, ഇടൂ എല്ലാ ടൂളും ഉണ്ടായിരുന്നേ പിന്നെ തൻ്റെ ആവശ്യമില്ലായിരുന്നു, ഉള്ള ടൂൾ കൊണ്ട് ഉപയോഗിക്കാനാണ് തന്നെ ഇവിടെ വെച്ചിരിക്കുന്നില്ല, പിന്നെ നിൻ്റെ ഉപയോഗം ഗവൺമെൻറ്റിനില്ല, എല്ലാ ടൂളും ഉണ്ടായിരുന്ന പിന്നെ നിന്നെ വേണ്ട, എന്ത് പണിയാണോ ചെയ്യേണ്ടത്, ഉള്ള ടൂൾ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ജനറിക് റൂളുണ്ട്, അതതിൻ്റെ ടൂൾസ് അതിന് ഉപയോഗിക്കാവുന്നത്. ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നെ കോളേജ് വിട്ട് പഠിപ്പിച്ചത് നീ ഡിഗ്രിയും കൊണ്ട് വന്നതാണെന്ന് ഞങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് അത് ചെയ്തേ പറ്റൂ. ഉള്ളത് കൊണ്ട് അഭ്യസിക്കുക. പക്ഷേ ചില പുതിയത് ദൈവം നമ്മുടെ തരും. ബഥേലിൻ്റെ സ്റ്റാൻഡേർഡിനൊത്ത് ഒരു കൂട്ടം ദൂതുണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയെ ശരണപ്പെടുന്നത്. വെരിഫൈഡ് ആൻഡ് റീവെരിഫൈഡ്, 100% സത്യമാണ് എന്ന് ഉറപ്പുള്ളവ വാഴ്ചകളെയും അധികാരങ്ങളെയും ജയിക്കേണ്ടതിന് ഒരു ദൈവ പൈതൽ നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പോകുന്ന ദൈവ പൈതലിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം, അവരുപയോഗിക്കേണ്ട ടൂൾസ് എന്തായിരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി തൊടുകയാണ്. പ്രപഞ്ച സൃഷ്ടി മുതൽ വരുവാനുള്ള നിത്യത വരെയുള്ള കാര്യങ്ങൾ, എണ്ണിത്തീരാത്ത കോടി യുഗങ്ങൾ, വർഷങ്ങൾ കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. മോനെ ഗീവ് മീ ദ PPT. ഇതൊന്ന് കണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞ ഭാഗങ്ങൾ, ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിന് ഇത് എടുത്തു, അതുകൊണ്ട് ഇനി ഈ ഭാഗങ്ങൾ വിശദീകരിക്കത്തില്ല, ഒറ്റ ഓട്ടം അതിനകത്തോട് ഓടത്തേ ഉള്ളൂ. ഇന്ന് ഭൂമണ്ഡലത്തിൻ്റെ വെളിയിൽ നിന്ന് അന്യഗ്രഹ ജീവികൾ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ വീണുപോയ ദൂതന്മാർ ഭൂമിയിൽ വരുന്നുണ്ടെന്നും അധികം നാളുകൾ കഴിയുന്നതിന് മുന്നമേ മനുഷ്യവർഗത്തെ തുടച്ചു മാറ്റിയേച്ച് ഇവർ ഭൂമി ടേക്ക് ഓവർ ചെയ്യുമെന്നും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വ്യക്തമായ ധാരണയായി.
ബൈബിൾ ഇത് പണ്ടേ പഠിപ്പിക്കുന്നു. ആ വ്യക്തമായ ധാരണയിൽ എത്തിയതോടുകൂടെ അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി സ്റ്റീഫൻ ഹോക്കിൻസും മറ്റും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിൽ ഇവരെ കണ്ടുപിടിക്കേണ്ടതിനുള്ള റഡാർ സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും ഉണ്ടാക്കിയ പിക്ചറല്ല, അവരുടെ പിക്ചറിൻ്റെ കോപ്പി ഞങ്ങൾ എടുത്തതാണ്. നമ്മൾ ഏലിയൻസ് എന്നവർ വിളിക്കുന്ന, വീണുപോയ ദൂതന്മാർ ഏലിയൻസ് എന്നവർ വിളിക്കുന്ന അന്യഗ്രഹ ജീവികളെ കുറിക്കുന്ന ശാസ്ത്രീയ പഠനവും തിരുവചന വെളിച്ചത്തിൽ എങ്ങനെ സത്യമാകും എന്നതും നമ്മുടെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെയും ഭാരതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെയും ഒക്കെ തൊടുന്ന ഒരു ക്ലാസ്സാണിത്. വളരെ ഗൗരവമായി ദയവായി ശ്രദ്ധിച്ചാലും. ബൈബിളായിരിക്കും എൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം മറ്റും ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. നമുക്ക് പോകാം ആഴമുള്ള ഒന്നാം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, വേദപുസ്തക പ്രകാരം ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ആകാശവും ഒരു കാലഘട്ടത്തിന് ശേഷം ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് വായിച്ചാൽ, ഞാൻ പറയുമ്പോൾ എല്ലാം കിങ് ജെയിംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. മറ്റ് വേർഷൻസ് ഞാൻ അഥവാ തൊട്ടാൽ എടുത്തു പറയുന്നതാണെന്ന്, അല്ലെങ്കിൽ കിങ് ജെയിംസ് ബൈബിളായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. കിങ് ജെയിംസ് ബൈബിളിൽ ആൻഡ് എന്ന പ്രയോഗം ഒരുപാട് പ്രാവശ്യമുണ്ട്. അപ്പോൾ അതിന് ആ ഒരു വാക്ക് നമ്മൾ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആൻഡ്? ഓരോ ആൻഡുകളും പ്രതിനിധീകരിക്കുന്നത് ഒരു ടൈം ഗ്യാപ്പിനെയാണ്. സൃഷ്ടിയുടെ ഒരു ഭാഗത്തിനും വേറൊരു ഭാഗത്തിനും ഇടയിൽ വരുന്ന ഒരു ടൈം ഗ്യാപ്പിനെയാണ്, ഒരു കാലഘട്ടത്തെയാണ് ആൻഡ് എന്ന പദം ചിത്രീകരിക്കുന്നത്. അങ്ങനെ ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. സകല നക്ഷത്രമണ്ഡലങ്ങളും സൂര്യനും മറ്റും ഉൾക്കൊള്ളുന്നതാണ് ആകാശം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. 2, ഒരു കാലഘട്ടത്തിന് ശേഷം ഭൂമി സൃഷ്ടിച്ചു. ആകാശം സൃഷ്ടിച്ചതിനും ഭൂമി സൃഷ്ടിച്ചതിനും ഇടയിൽ 9.5 ബില്യൺ വർഷങ്ങളാണ് പോയതെന്ന് നാസ കണക്കുകൾ വ്യക്തമാക്കുന്നു. 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ നക്ഷത്രമണ്ഡലം സൃഷ്ടിക്കപ്പെട്ടു. 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. എങ്കിൽ 9.5 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 9.5 ബില്യൺ വർഷങ്ങളാണ് ഇതിനിടയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കടന്നുപോയത്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? തൻ്റെ വാക്കുകൊണ്ടാണ് ദൈവം ഇവയെ സൃഷ്ടിച്ചത്. വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചതെന്നതിന് 2 വാക്യങ്ങളാണ് ഞാൻ തെളിവിനായി എടുത്ത്, 2-3 വാക്യങ്ങൾ തെളിവിനായി എടുത്തു. ആ സൃഷ്ടിച്ചത് എന്തൊക്കെയാണ്? ദൃശ്യമായതും അദൃശ്യമായതും ദൈവം സൃഷ്ടിച്ചു. ദൃശ്യമായത് നക്ഷത്രങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും ഗ്രഹങ്ങളും ഗോളങ്ങളും ഒക്കെയാണെങ്കിൽ, അതിനകത്ത് പാർക്കുന്ന മനുഷ്യ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത, മനുഷ്യന് കാണാൻ കഴിയാത്ത അദൃശ്യമായ ദൂതഗണങ്ങളുണ്ട്, അന്യഗ്രഹജീവികളുണ്ട്. അവയെ ചേർത്താണ് അദൃശ്യം എന്നെഴുതിയിരിക്കുന്നത്. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ശാസ്ത്രം ഈയിടയിലാണ് ഇതൊക്കെ കണ്ടുപിടിച്ചു വരുന്നത്. പണ്ട് പക്ഷേ തിരുവചനം അന്ന് എഴുതി വെച്ചു, ദൃശ്യവും അദൃശ്യവുമായത്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ആ ഇൻവിസിബിൾ എന്ന് പറയുന്നതിനെ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ ചിത്രീകരിക്കും. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച സകലത്തിൻ്റെയും മുകളിൽ ദൈവം തന്നെ പരമാധികാരിയായി ഇരിക്കുന്ന ഒരാശയം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതിനാണ് ഈ ചിത്രം സഹോദരന്മാരുണ്ടാക്കി തന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു പിരമിഡ് ഉണ്ടെന്നൊന്നുമല്ല. ദൈവം സൃഷ്ടിച്ച സകലത്തെയും ഒരുമിച്ച പിരമിഡിൻ്റെ രൂപത്തിൽ കാണിച്ചു. എല്ലാ ദൂതന്മാർ, എല്ലാ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, സ്പിരിറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്, അങ്ങനെയുള്ള സകലതും കൂടെ ചേർന്ന് അതിനെ വിളിക്കുന്ന ഒരു പേരാണ് വലത്തുവശത്ത് കിടക്കുന്നത്, ദ സ്റ്റാർസ് ഓഫ് ഗാഡ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവയെ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. ഓൾ ദ ഇൻവിസിബിൾസ് ആൻഡ് വിസിബിൾസ്, ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വേൾഡ് ഒരുമിച്ച് ചേർത്ത് അതിൻ്റെ മുകളിൽ സർവ്വ അധികാരിയായിരുന്നു ഭരിക്കുവാൻ ദൈവത്തിന് കഴിയണം. അതിനുവേണ്ടിയാണ് സകലത്തെയും സൃഷ്ടിച്ചത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ സകലതും തൻ്റെ കാൽ കീഴായിരിക്കണം. വാക്യങ്ങൾ എഴുതിയെടുക്കണേൽ എടുത്തോ, വായിച്ച് ഇങ്ങോട്ട് വന്നാൽ കുഞ്ഞ് വായിക്കാമോ? സ്പീഡിൽ വായിക്കാമോ? 3-4 വാക്യം വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. നീ അവനെ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി എന്ന് പറഞ്ഞാൽ പിതാവെ പുത്രനെ അങ്ങ് അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലതും പുത്രന്റെ കാൽ കീഴാക്കി. ഇത് കഴിഞ്ഞകാല നിത്യതയിലെ വ്യവസ്ഥയാണ്. സകലതും തന്റെ കാൽ കീഴാക്കി കൊടുത്തു. ബാക്കി സകലതും യേശുക്രിസ്തുവിന്റെ കാൽ കീഴിലാണ്. നമുക്ക് ശാസ്ത്രത്തിലേക്ക് തിരിയാം. നമ്മൾ വേദപുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്. നമുക്ക് ശാസ്ത്രത്തിലേക്ക് തിരിയാം. ശാസ്ത്രത്തിനകത്ത് പ്രപഞ്ച സൃഷ്ടിയെ കുറിക്കുന്ന പല തത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രിവലൻ്റായിട്ട് നിൽക്കുന്നത്, മുൻപിൽ നിൽക്കുന്നത് ബിഗ് ബാങ് തിയറിയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സ്ട്രിംഗ് തിയറി എന്ന പേരിൽ ഇന്ന് ഉള്ള ഒരു തിയറി. സ്ട്രിംഗ് തിയറി ചേരുമ്പോഴാണ് സത്യത്തിൽ ബിഗ് ബാങ് കംപ്ലീറ്റ് ആകുന്നത്. മിക്കിയ കാക്കു എന്ന ശാസ്ത്രജ്ഞനാണ് സ്ട്രിംഗ് തിയറി കൊണ്ടുവന്നത്. ഈ
ബിഗ് ബാങ്ങിൻ്റെ ആകെ തത്വം ഇതാണ്: അതിശക്തമായ ഒരു ശബ്ദം. ഐ എം സോറി, നാളെ വരുമ്പോഴത്തേക്ക് മോനെ അതിനകത്ത് ഒരു ഭാഗം കൂടെ നമുക്ക് ചേർക്കണം. 2 universes hitting together and making a noise. എൻ്റെ ഇരിപ്പുണ്ട്, ഒന്ന് ഓർത്തോണം. ഇതിനകത്ത് നമുക്കത് ആഡ് ചെയ്യാം. സി, പീപ്പിൾ ഹാവ് ടു ഹെൽപ്പ് മീ ഔട്ട്. എൻ്റെ ഇരിപ്പുണ്ട ചിത്രം 2 യൂണിവേഴ്സുകൾ തമ്മിൽ ഇടിച്ചു പൊട്ടിയാൽ ഉണ്ടാകുന്ന ശബ്ദമാണ് അന്നുണ്ടായത്. ഇല്ലെങ്കിൽ ഒരു പാറ വെടിവെച്ച്, ഒരു കൊച്ചു പാറ പൊട്ടിത്തെറിപ്പിക്കാൻ ഒരു വെടിവെച്ച് വെച്ചാൽ എന്തുവേണ്ടി ശബ്ദം കാണും? ഒരു പാറ പൊട്ടുമ്പോൾ ഇങ്ങനെ ഒരു പ്രപഞ്ചം പൊട്ടിത്തെറിക്കുന്ന അത്രയും ശബ്ദം ഉണ്ടായെങ്കിലേ ഇത് നടക്കത്തുള്ളൂ. അതാ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് മിക്കി അക്കാക്കു പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ ഇരിപ്പുണ്ട്, ഒന്ന് ഓർപ്പിച്ചാൽ മതി, ഇതിനകത്ത് നമുക്ക് എടുത്തു ചേർക്കാം. ഓക്കെ, ഇറ്റ്സ് എ ഹ്യൂജ് എക്സ്പ്ലോഷൻ. അവിടെ നിന്ന് ഒരു ശബ്ദത്തിൽ നിന്നാണ് ഇതുണ്ടായത്, ഇന്ന് കാണുന്ന പ്രപഞ്ചമായി മാറിയത്. ബൈബിൾ ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങ് വിടുക, ഇന്നലെ കഴിഞ്ഞതുകൊണ്ട്. ബൈബിൾ ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 പത്രോസ് 3:10 11 ഒക്കെ നോക്കിയാൽ ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ദേ കൺസ്യൂം ബാക്ക്. സാധാരണ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്: പച്ചവെള്ളം തണുപ്പിച്ചാൽ മഞ്ഞാകും, എങ്കിൽ മഞ്ഞ് ചൂടാക്കിയാൽ പച്ചവെള്ളം തിരിച്ചു കിട്ടും. ഇതുപോലെ ആരംഭത്തിങ്കൽ പ്രപഞ്ചത്തിൻ്റെ രൂപീകരണം ഒരു മഹാശബ്ദത്തിൽ നിന്നായിരുന്നു. ബിഗ് ബാങ് തിയറി പ്രകാരം അന്ന് അതിഭയങ്കര ചൂട് നിലവിലിരുന്നു. ഇങ്ങനെയാണെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാവിറ്റേഷൻ പുള്ളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ഭൂമി തിരിച്ച് കൺസ്യൂം ചെയ്യുമ്പോൾ ആകാശം അതിഭയങ്കര ശബ്ദത്തോടുകൂടെ ഒഴിഞ്ഞു പോകും. ടേക്ക് കെയർ, ഇറ്റ്സ് നോട്ട് വിസിബിൾ. അതിഭയങ്കര ശബ്ദത്തോടുകൂടെ ഒഴിഞ്ഞു പോകും, അതിഭയങ്കര ചൂടുമുണ്ടാകും എന്നിങ്ങനെ പത്രോസിൻ്റെ ലേഖനം പറയുന്നത് കൊണ്ട് പത്രോസിൻ്റെ ലേഖനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പത്രോസിൻ്റെ ലേഖനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബിഗ് ബാങ് തിയറിയെ വേദപുസ്തകം എതിർക്കുന്നില്ല, ബൈബിൾ ബിഗ് ബാങ് തിയറിയെ അനുകൂലിക്കുന്നു. വേദപുസ്തകം മാത്രം വായിച്ച് ശാസ്ത്രം മനസ്സിലാകാത്ത ഒരാൾ ശാസ്ത്രം തെറ്റാന്ന് പറയും. ശാസ്ത്രം മാത്രം വായിച്ച് വേദപുസ്തകം ശരിക്കറിയാൻ വയ്യാത്ത ഒരുത്തൻ ബൈബിൾ തെറ്റാന്ന് പറയും. ഇത് രണ്ടും കൂടെ വായിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തന്നവർക്കായി സ്തോത്രം. നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ ഇത് രണ്ടും ഒന്നിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് എന്നൊരു വലിയ അളവിൽ കാണാം. ഇത് തെറ്റുന്ന ഇടങ്ങളുണ്ട്, അവിടെ വരുമ്പോൾ ഞാൻ എടുത്തു പറയാം. അങ്ങനെ പ്രപഞ്ച സൃഷ്ടി നടന്നു. ശാസ്ത്രത്തിൻ്റെ കണക്കും പ്രകാരം അടിയിലിട്ടിരിക്കുന്ന ലൈനിൽ വലത്തെ അറ്റത്ത് ബിഗ് ബാങ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇടത്തെ അറ്റത്ത് 13.7 എന്ന് എഴുതിയിട്ടുണ്ട്. 13.7 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഒരു മഹാശബ്ദമുണ്ടാകുകയും അവിടെ നിന്ന് ബിഗ് ബാങ് മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്ന ആശയം ചുരുക്കി കാണിക്കേണ്ടതിന് നാസ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പടമാണിത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുക മാത്രമായിരുന്നില്ല, പ്രപഞ്ചത്തെ വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ശൂന്യത്തിന്മേൽ ഇതിനെ വിരിക്കുന്നു എന്ന പദമാണ് ബൈബിളിൽ കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രെച്ചസ് ദ ഹെവൻ, അവൻ പ്രപഞ്ചത്തെ വളർത്തും. വലുതും ചെറുതുമായ അനവധി നക്ഷത്രങ്ങളുണ്ട്. ഇടത്തെ അറ്റത്ത് താഴെ കാണുന്ന ഒരു കൊച്ചു പൊട്ട് നമ്മുടെ സൂര്യനെ കാണിക്കുന്നതാണ്. ഒരു സൂര്യൻ്റെ സൈസ് അത്രേ ഉള്ളെങ്കിൽ അതിൻ്റെ മുകളിലായി ചുമന്ന കളറിൽ കാണിച്ചിരിക്കുന്നത് സ്കൂട്ടി എന്ന നക്ഷത്രമാണ്. ഈ നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുതാണ്. നമ്മുടെ സൂര്യൻ്റെ ഏതാണ്ട് 500 കോടി ഇരട്ടി വലിപ്പമാണ് സ്കൂട്ടിക്കുള്ളത്. വലുതും ചെറുതുമായ നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിന് ഏതാണ്ട് 30 ബില്യൺ പ്രകാശവർഷങ്ങൾ വലിപ്പമുള്ളതാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. നക്ഷത്രമണ്ഡലങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന സകലതും. എണ്ണിത്തീരാത്ത നക്ഷത്രമണ്ഡലങ്ങൾ കൊണ്ട് ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. ഇത് സത്യമാണോ? അങ്ങനെയാണോ ഇത് വന്നത്? വാക്കിനാൽ, ദൈവത്തിൻ്റെ വാക്കിനാലാണോ? ദൈവമാണോ സൃഷ്ടിച്ചത്? ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടി ശാസ്ത്രം ഏറ്റവും ഒടുവിലായി നടത്തിയ ഗംഭീരമായ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിനെ LHC എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കും, CERN എക്സ്പെരിമെൻ്റ് എന്നും അതിനെ വിളിക്കും. ഇത് എവിടെയായിരുന്നു നടന്നത്? സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലാണ് നടന്നത്. അതിന് ഭയങ്കര ചെലവൊക്കെ വന്നതാണ്. അതിനകത്ത് പല രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. 10,000-ഓളം ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടി. ഇന്ന് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഒരു 5-10 PhD ഉള്ള പുള്ളി വന്ന് തെറ്റാന്ന് പറഞ്ഞ് ചുമ്മാ ഇരുടുമെന്ന് പറയാം. കാര്യം തന്നെപ്പോലെയുള്ള 10,000 പേര് ഒരുമിച്ച് കണ്ടുപിടിച്ച കണ്ടുപിടുത്തം തെറ്റാന്ന് പറയാൻ താൻ ഒറ്റയ്ക്ക് ആരെ കൊണ്ട് നോക്കില്ല. അത്രയും ചെലവ് ചെയ്ത് ലോകത്തിൽ ഇതിനു മുമ്പ് ഒരെണ്ണം നടന്നിട്ടില്ല. ആ നടന്ന എക്സ്പെരിമെൻറ്റിൽ അവർ കണ്ടുപിടിച്ചതാണ് ഒരു ശബ്ദം കൊണ്ടാണ് ഇതുണ്ടായത്.
അവരതിനെ ശബ്ദമെന്ന് ഡയറക്റ്റ് വിളിക്കുന്നില്ല. ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് എനർജി വിത്ത് പാരിറ്റി ബട്ട് വിത്ത് നോ കളർ ചാർജ്, നോ ഇലക്ട്രിക്കൽ ചാർജ്. വിശദീകരിച്ചു വന്നാൽ അതൊരു ശബ്ദമാണ്. ഒരു ശബ്ദത്തിൽ നിന്നാണ് ഇതുണ്ടായതെന്ന് കാണാം. 2015 ജനുവരി മാസം 7-ാം തീയതിയാണ് ഔദ്യോഗികമായി സ്റ്റീഫൻ ഹോക്കിങ്സ് അതിനെക്കുറിച്ച് ആദ്യമേ വ്യക്തമായി പറയുന്നത്. ഏതാണ്ട് 27 കിലോമീറ്ററിലൊക്കെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ചെലവ് വന്നത് ഏതാണ്ട് 13.25 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ചെലവ് വന്നത്. 10,000 ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തു. അങ്ങനെ അതിഗംഭീരമായ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ പ്രധാന ഭാഗം കൊലിഷനായിരുന്നു. ആ കൊലിഷൻ നടക്കുന്ന പോയിന്റിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. 2-3 ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്ന് എന്തും വേണ്ടും ടെമ്പറേച്ചർ ഉണ്ടായി. 5.5 ബില്യൺ ട്രില്യൺ 5.5 ട്രില്യൺ. ഒരു ട്രില്യൺ എത്ര? ഒന്നിൻ്റെ വലത്തുവശത്ത് 18 പൂജ്യം ഇടുന്ന സംഖ്യയാണ് ഒരു ട്രില്യൺ. അങ്ങനെയാണെങ്കിൽ 55 എന്ന് എഴുതിയേച്ച് അതിൻ്റെ വലത്തുവശത്ത് 17 പൂജ്യം ഇട്ട അത്രയും ഡിഗ്രി കെൽവിനാണ് ഉണ്ടായ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എവിടുന്ന് വന്നു? നമ്മുടെ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് താൻ അടുത്തുകൂടാത്ത തീയ, ദഹിപ്പിക്കുന്ന അഗ്നിയ, തൻ്റെ സിംഹാസനം തീയ, തൻ്റെ സിംഹാസനത്തിൻ്റെ തൻ്റെ രഥങ്ങളുടെ ചക്രങ്ങൾ അഗ്നിജ്വാലയ. ഇതിൽ കവിഞ്ഞൊരു ഭാഷ മനുഷ്യന് മനസ്സിലാകത്തില്ല. അന്ന് എഴുതി വെച്ചതാ. പക്ഷേ ഇന്ന് തൻ്റെ ശാസ്ത്രത്തിന് ഡിഗ്രിയിൽ അളക്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തുവേ ഇത് കത്തി എരിയുന്ന സൂര്യൻ്റെ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന ചൂടിൻ്റെ 25,000 ഇരട്ടി ചൂടാണ് അന്നുണ്ടായിരുന്നത് ഒരു കൊച്ചു കണികയ്ക്കകത്ത്. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും നിങ്ങളെ അംഗീകരിച്ചില്ലേ കാലിലെ ചെരുപ്പേലെ പൊടി അങ്ങോട്ട് തട്ടിയേക്കാൻ. ഒരു പൊടിക്കകത്ത് ഉൾക്കൊള്ളുന്ന ഓരോ ആറ്റത്തിനകത്തും ഇരിക്കുന്ന ടെമ്പറേച്ചർ ഇതാ. ദൈവത്തിൻ്റെ ഒരു ഭാഗം സൃഷ്ടിയിൽ മൊത്തം കിടപ്പുണ്ട്. എൻ്റെ മക്കളും കൊച്ചുമക്കളും കൊച്ചു മക്കളും ആയിക്കഴിഞ്ഞാലും ഒരു ശാസ്ത്രജ്ഞൻ ആ കൊച്ചുമക്കളെ എടുത്താൽ എൻ്റെ DNA ഭാഗം കാണും. കാര്യം എന്നിൽ നിന്ന് ഉത്ഭവിച്ച കുഞ്ഞുങ്ങളാണ്, എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉത്ഭവിച്ചതാകയാൽ സകല പൊടിപടലങ്ങളുടെയും കണികകളുടെയും അകത്ത് കിടക്കുന്ന ചൂടാ ഞാൻ ഈ തൊട്ടുകൊണ്ടിരിക്കുന്നത്. തമ്പുരാനെ പറഞ്ഞത് ചുമ്മാതൊന്നുമല്ല. നിങ്ങൾ പോരുമ്പോൾ ഇതങ്ങോട്ട് തട്ടി വെച്ച് പോരെ, ഞാൻ കണക്ക് തീർത്തോളാം. കാര്യം എൻ്റെ സാന്നിധ്യം അവിടെ കിടക്കുക. നിങ്ങളെ തൊട്ടത് കൊണ്ട് ഇതിൻ്റെ കണക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ആ ടെമ്പറേച്ചറും മറ്റും കാണിച്ചു. ആ ശബ്ദത്തിൻ്റെ 7 പ്രത്യേകതകൾ അവർ കണ്ടുപിടിച്ചു. ആ 7 പ്രത്യേകതയും തിരുവചനത്തിലുള്ളതാണ്. ഞാൻ എഗെയിൻ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്കൊക്കത്തില്ല. ഒടുവിലായി ഏത് വചനത്താൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടോ അതേ വചനത്താൽ തീക്കായി ഇതിനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ തിരിച്ചു പറഞ്ഞു. അതുതന്നെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ആ ദിവസത്തെ ഇത് തിരിച്ച് കത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനെ ദ ഗ്രേറ്റ് ഡൂംസ് ഡേ എന്നവർ വിളിച്ചു. പിന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ടു ദ ബിഗ് ക്രഞ്ച് ഡേ എന്നവർ പേരാക്കുകയുണ്ടായി. ഓരോന്ന് ഞാൻ അങ്ങ് പോവുകയാണ്. എനിക്ക് ഓരോന്നോരോന്നെടുത്ത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് വിട്ടു. കൺട്രോൾ പോയി. ഇത് കൺട്രോൾ ബാക്ക്. മനെ ഇതിനകത്ത് ഏതാണ്ട് ഒരു കൊച്ചു കേബിൾ ലൂസ്, അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. നമ്മളെ എവിടെയെങ്കിലും ഒരു ലൂസ് ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഒന്ന് പെർഫെക്റ്റ് ആകുക എന്നുള്ളതാണ് ഞാൻ ഈ എടുക്കുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നത്. ടെക്നോളജി തന്നെയല്ല, നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് പെർഫെക്റ്റ് ആകുക. ഓക്കെ, ഇനിയും വേദപുസ്തകവും ശാസ്ത്രവും കൂടെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഞാൻ 2ാമതൊരു ഏറിയായി കൂടെ പോകാം. മുമ്പ് ഞാൻ എടുക്കാൻ വന്നത് ഒരു 7 കൂട്ടം പ്രത്യേകതകൾ ദൈവശബ്ദത്തെക്കുറിച്ച് ബൈബിളിലുണ്ട്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ മുതലായി ചില പദങ്ങളുണ്ട്. അത് മുഴുവനും പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ അറിയേണ്ടത് മുഴുവനും ദൈവം പ്രപഞ്ചത്തിൽ കരുതി വച്ചിരിക്കുന്നു എന്ന റോമാലേഖനത്തിൻ്റെ പ്രസ്താവനകളും എബ്രായ ലേഖനത്തിൻ്റെ പ്രസ്താവനകളും മുഴുവനും വെളിയിൽ വരുന്നത് 2012 അതുവരെ ശാസ്ത്രം വളർന്നിരുന്നില്ല. അത് വെറും ശിശു സ്റ്റേജിലായിരുന്നു. അത് ആളുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അത് കണ്ടുപിടിച്ചു. ഇനി ഇതിനേക്കാൾ വലുത് കണ്ടുപിടിക്കാൻ ഇരിക്കുന്നു. ഓക്കെ, ഈ അദൃശ്യ മണ്ഡലത്തിൽ എന്തൊക്കെ ഉണ്ട്? ഇനി മുതൽ നമ്മൾ 2ാമതൊരു ഏരിയയിലോട്ട് കയറുക. ഇന്നലെ പറഞ്ഞതല്ല, 2ാമതൊരു ഏരിയയിലോട്ട് കയറുക. അദൃശ്യ മണ്ഡലത്തിൽ എന്തെല്ലാം ഉണ്ട്? കൊലോസ്യ ലേഖനം എടുത്താൽ അതിനകത്ത് കർത്തൃത്വങ്ങളുണ്ട്, അതായത് രാജാക്കന്മാരുണ്ട്, സിംഹാസനങ്ങളുണ്ട്, ഡൊമിനിയൻസ്, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. 4 ഇനം മേജർ ശക്തികളെ അതൊന്ന് വായിച്ചേക്കാമോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16 മുതൽ 18 വരെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലതും തൻ്റെ കാൽ കീഴാണ് നിൽക്കേണ്ടത്. സകലത്തിനും തന്നെയാണ് അധിപനിയാക്കിയത്. സകലതും തനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതിനകത്ത് സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന 4 വിഭാഗത്തെ ഉൾപ്പെടുത്തി 4 ശക്തന്മാരായ ദൂതസംഘങ്ങളാണത്. 4 ശക്തന്മാരായ ദൂതസംഘങ്ങളാണത്. ഇനി എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം.
അതിനേക്കാൾ താണതിനെ കാണാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ഈ ലോകത്തിന്റെ കാലഗതി, ഇതിന്റെ കാലഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2016 ഫാഷൻ 2014 ഫാഷനുമായിട്ട് ഒക്കത്തില്ല, അതിനേക്കാൾ വ്യത്യസ്തമാണ്. ലോകത്തിന്റെ കാലഗതികൾ മാറിക്കൊണ്ടിരിക്കും. കാരണം വായിച്ചു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടക്കുന്നു. ആകാശത്തിലെ അധികാരങ്ങൾ, അത് 4 കൂടെ മുമ്പേ ഒന്നിച്ചങ്ങ് പറഞ്ഞു തീർന്നു. അതിനെല്ലാം കൂടെ കീഴ്പ്പെട്ട ഒരു കൂട്ടം ദൂതന്മാർ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്പിരിറ്റ്സ്, ഒരാത്മാവ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന, അത് കാലഘട്ടങ്ങൾ തോറും മാറിക്കൊണ്ടിരിക്കും. ആത്മാവിനും അത് അനുസരിച്ച് നിങ്ങൾ നടന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടം ആത്മാക്കളെ കുറിച്ചും താണശക്തികളെ കുറിച്ചും പറയുന്നു. അതിനെ ലോ പവേർഡ് സ്പിരിറ്റ്സ് എന്ന് പറയാം. അവരെ കൂടെ പറയുന്നു. എങ്കിൽ ഒരു 5 തരം ശക്തികളെയാണ് ഈ 2 വേദഭാഗത്തായി ചിത്രീകരിക്കുന്നത്. സംതിങ് സീരിയസ്ലി റോങ്, എന്തെങ്കിലും മാറാനുള്ളത് മാറാം. ഓക്കെ, ഇനി ഞാൻ ശാസ്ത്രത്തിലോട്ട് കയറുക. ഇന്ന് വിശദീകരിക്കത്തില്ല. ഒരു സൂചന മാത്രം ഇങ്ങോട്ട് തരാൻ, ഒരു സൂചന ശ്രദ്ധിച്ച് നോക്കിക്കണം. ഞാൻ മറിക്കുമ്പോൾ പലതും ഞാൻ അധികം നിർത്തുകയില്ല. ഒരു സൂചന മാത്രം ഇങ്ങോട്ട് തരാൻ വേണ്ടിയാണ്. ശാസ്ത്രലോകം എന്ന് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഈ ഏലിയൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താണ പുള്ളികളെ ഗ്രേസ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നേരിട്ടിടപെടുകയും സ്വഭാവ ദൂഷ്യം വരുത്തുകയും മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോവുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ കഴിവുള്ളവരുടെ കൈ കൊണ്ട കൊടുക്കുകയും, ഇവരെ കൊണ്ട് നോക്കുകയില്ല, കൊണ്ട കൊടുക്കുകയും ഇവിടെ നടത്തുന്ന വ്യത്യാസങ്ങൾ വരുത്തുകയും. ഇതിനെ ഞാൻ വിശദീകരിക്കും. ഇവരെ ഇന്ന് തൊടുന്നെന്ന് മാത്രമേ ഉള്ള അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്ന് ചിത്രീകരിക്കാവുന്ന ഒരു വിഭാഗം 6 അടി വരെയാണ് അവരുടെ നീളം വരുന്നത്. അതിനേക്കാൾ ഉയരത്തിൽ 7 അടി വരെ ഉയരം വരുന്ന നോർഡിക്സ് വിഭാഗം എന്നൊന്നിനെ ശാസ്ത്രജ്ഞന്മാരെടുത്ത് കാണിക്കുന്നു. നോർഡിക്സ് വിഭാഗം ഒന്നാമത്തവൻ്റെ പരിപാടി ടെക്നോളജി കൈമാറുക, ടെക്നോളജി ട്രേഡിംഗ്. ഇതിൻ്റെ പുറകെ പോകുന്നവർ ഈ ലോകത്തിൻ്റെ മക്കൾ ദൈവമക്കളെക്കാൾ അധികം ജ്ഞാനമുള്ളവരായിരിക്കും. അത് കർത്താവ് തന്നെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2, ഹ്യൂമൻ അബ്ഡക്ഷൻ, അത് ഇവരുടെ ജോലിയാണ്. രണ്ടാമത്തേത് അതിനേക്കാൾ ഉയർന്നതാണ് നോർഡിക്സ്. അവർ 7 അടി വരെ അവർക്ക് ഉയരമുണ്ടാകും. വെപ്പൺസ് ഉണ്ടാക്കുവാൻ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. ഇവിടുത്തെ ഉന്നത നേതാക്കൾ, വലിയ ഭയങ്കരന്മാർ, ഇവിടെ യുദ്ധം ചെയ്ത പല പുള്ളികളും, നെപ്പോളിയൻ മുതൽ പലരും ഇവരുടെ ഏജൻസ് ആയിരുന്നു എന്ന് ഇന്ന് ധാരാളം തെളിവുകളായി. അടുത്തത് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഇവരുടെ പരിപാടിയാണ്. ഒരുപാട് സൗന്ദര്യത്തിലേക്ക് ആളുകളെ നയിക്കുക. അടുത്തത് ടൈറ്റ് ക്ലോത്തിങ്. ഞാൻ രാവിലെ ഒന്ന് തൊട്ടിരുന്നു, ഇന്ന് രാവിലെയും തൊട്ടു. ടൈറ്റ് ക്ലോത്തിങ്, ബോഡി ടൈറ്റ്, സ്കിൻ ടൈറ്റ് വസ്ത്രങ്ങൾ ഇട്ടാൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ വസ്ത്രം ധരിച്ചെന്നുള്ളതൊരു പേരേ ഉള്ളൂ, അവർ അങ്ങനെ തന്നെ വിസിബിളാണ്. അതുകൊണ്ട് മറ്റൊരുത്തനെ ആകർഷിക്കാൻ കഴിയും. ടൈറ്റ് ക്ലോത്തിങ്. എക്സലൻറ്റ് ഫിസിക്കൽ ഷേപ്പ്, അതാണല്ലോ ഒരുപാട് പേരുടെ നോട്ടം. എക്സലൻറ്റ് ഫിസിക്കൽ ഷേപ്പ് എന്തുവാ? ജിമിനേഷ്യൻ മുതൽ പലതും ഇന്നിങ്ങോട്ട് കടന്നു വരുന്നത്. ദ മേക്ക് ദ എക്സലൻറ്റ് ബോഡി ഷേപ്പ്. അതിൻ്റെ മേളിലാണ് ടോൾ വൈറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗക്കാർ. ദേ മോസ്റ്റ്ലി ഗോ ഓൺ ഹൈബ്രിഡ്സ്. മനുഷ്യബീജത്താൽ മനുഷ്യനെ ജാതികൾ തമ്മിൽ ഇടകലർത്തുന്നത് ഉൾപ്പെടെ ഇത് അന്ത്യകാല ലക്ഷണമായി ദാനിയേൽ പ്രവചനത്തിൽ കിടപ്പുണ്ട്. മുതൽ ദേ ആർ ഹൈബ്രിഡ്സ്. അവരിൽ തന്നെ ഹൈബ്രിഡ്സ് ഉണ്ട് എന്ന് പറയുന്നു. ഞാനിവിടെ നിൽക്കട്ടെ. 4ാമത്തെ വിഭാഗത്തെ ശ്രദ്ധിച്ചോണം, റാപ്റ്റലൈൻസ്. ഇവരാണ് ഏറ്റവും ശക്തന്മാർ. കണ്ടെടുക്കപ്പെട്ട ദൂതസമൂഹത്തിലെ ഏറ്റവും ശക്തന്മാർ അവരാണ്. അവരുടെ പ്രധാന ലക്ഷ്യം, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ എന്നിങ്ങനെ വേദപുസ്തകം വിശദീകരിക്കുന്ന ശക്തികളെ ശാസ്ത്രം പേരിടുമ്പോൾ ഈ രൂപങ്ങളിൽ പേരിടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ പ്രധാന താല്പര്യം ഒരു ഗ്ലോബൽ ഗവൺമെൻറ് ഉണ്ടാക്കുക. പ്രപഞ്ചത്തെയും നക്ഷത്രമണ്ഡലങ്ങളെ മുതൽ ഭൂമിയെ വരെ അടക്കി വാഴുന്ന ഒരൊറ്റ ഗവൺമെൻറ് ഉണ്ടാക്കുക. നമ്മുടെ ഇന്ത്യക്ക് പല സ്റ്റേറ്റുകളുണ്ട്, അതിലൊന്നാണ് കർണാടകം. ഇതുപോലെ ഒരു ഒരു യൂണിവേഴ്സൽ ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്തെ ഒരു സ്റ്റേറ്റായിട്ട് മാത്രം ഭൂമിയെ നിർത്തി സകലതിനെയും ഭരിക്കുക എന്നതാണ് അവരുടെ പ്രാധാന്യം. അവരുടെ പ്രത്യേകതകൾ, അവർക്ക് വേണ്ടത്, അവരുടെ പ്രത്യേകതകൾ, ഒന്ന് വെരി ഹൈ ഇൻ ടെക്നോളജി ട്രേഡിങ് ഇവരുടെയും കൂടെ ചേർന്ന് എല്ലാവർക്കും ഉണ്ടത്. യവന്മാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഇതെത്തുമ്പോൾ ഗ്രേസ് ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ടെക്നോളജിയെ കൈമാറുക. നിമ്രോദിൻ്റെ ഗോപുരം ടെക്നോളജിയുടെ കൈമാറ്റമായിരുന്നു. ഈജിപ്തിലെ പിരമിഡുകൾ ടെക്നോളജിയുടെ കൈമാറ്റമാണ്. ഇച്ചിരി മുമ്പേ നിങ്ങൾ കണ്ടല്ലോ സ്റ്റീഫൻ ഹോക്കിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ.
തൻ്റെ റോക്കറ്റിൻ്റെ സ്പീഡ് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഒന്ന് തൊട്ടെന്ന് തോന്നുന്നു. ഭൂമിയിൽ ഇന്ന് വരെ ഗവൺമെൻറ്റുകൾ ഉപയോഗിക്കുന്ന, ചന്ദ്രനിൽ വരെ പോകുവാൻ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ യാത്ര ചെയ്താൽ അടുത്ത നക്ഷത്ര മണ്ഡലത്തിൽ എത്തണമെങ്കിൽ 3000 വർഷം വേണം. 30,000 വർഷം വേണം. 30,000 വർഷം ഒരു റോക്കറ്റ് യാത്ര ചെയ്തെങ്കിലേ അടുത്ത നക്ഷത്രങ്ങളിൽ എത്താൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം ഇപ്പോഴയക്കുന്ന ഈ റോക്കറ്റുകൾ 20 വർഷം കൊണ്ട് അങ്ങ് ചെല്ലും. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്യുന്ന, വെളിച്ചത്തിൻ്റെ 1/4 വേഗതയിൽ സഞ്ചരിക്കാവുന്ന റോക്കറ്റ്സ്, അതാ നിങ്ങൾ മുമ്പേ കണ്ടത് ആദ്യത്തെ പടം. മനസ്സിലാകുന്നുണ്ടല്ലോ? അവിടം വരെ നമ്മൾ എത്തി. ടെക്നോളജി അവൻ്റെ വകയാണ്. ഇനിയും അവൻ്റെ സംസ്കാരം മനുഷ്യനിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ചെയ്യുന്നത്, ടെക്നോളജി കൊണ്ടുവന്നു. ടെക്നോളജി വെച്ച് ബാർഗെയിൻ ചെയ്യും. ഞാനിത് തരാം, ഞാൻ ഈ ടെക്നോളജി നിങ്ങൾക്ക് തരാം. ഇന്ന് ഏലിയൻസിന് വേണ്ടി വാദിക്കുന്നവർ മുഴുവനും പറയുന്നത് അവനെ ശല്യപ്പെടുത്താതിരിക്കുക. ഈ ബൈബിൾ ഒന്ന് മാറ്റിവെക്ക്. അവനെ ശല്യപ്പെടുത്താതിരിക്കുക. ഈ സ്തോത്രവും യേശുവിൻ്റെ രക്തവും പറയാതിരി. അവനെ ശല്യപ്പെടുത്താതിരുന്നാൽ അവൻ ടെക്നോളജി തരും. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ ഡിമാൻഡ്, ടെക്നോളജി. 2, നെയ്ക്കഡ്നെസ്. നിങ്ങൾ വസ്ത്രമില്ലാതെ വേണം നടക്കാൻ. കാര്യം അങ്ങനെയാണെങ്കിൽ അവരെന്നെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ത്യാഗം. അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് യൂസ് ലെസ് എമൗണ്ട് ഓഫ് ക്ലോത്ത്സ്. ശരീരത്ത് മുഴുവനും വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. ഒരു പേരിനും വേണ്ടി 4 ഇഞ്ച് എവിടെയെങ്കിലുമൊക്കെ വെക്ക്. അതർവൈസ് വസ്ത്രം കാണരുത്. ഒന്നുകിൽ ടൈറ്റ് ക്ലോത്തിങ്, അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ ലജ്ജയില്ലാതെ നടക്കുക. അതുകൊണ്ട് മറ്റൊരുത്തനെ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഇന്ത്യൻ എന്നിട്ട് ഇത് ഈ കാണുന്നത് നഗ്നചിത്രങ്ങളാണ്, മറക്കല്ല്. ഞാനിപ്പോൾ അങ്ങ് ചാടിപ്പോയി ഇവിടുന്ന്. ഇപ്രാവശ്യം ഉജ്ജയിനിൽ നടന്ന കാറ്റിന് ഇതുങ്ങൾ വെളിയിൽ വന്നതുകൊണ്ട് എടുത്ത ഫോട്ടോയായത്. ഇപ്രാവശ്യം ഉജ്ജയിനിൽ നിന്ന് എടുത്തതാണ്. തണ്ട നിൽക്കുന്ന ഒരുത്തൻ, അവൻ്റെ കൂടാരം പറന്നു പോയതുകൊണ്ട് എല്ലാവരും കണ്ടുപോയി എന്ന് മാത്രം. പോട്ടെ, ഞാനിവിടെ നിങ്ങൾ മാറുക. അവിടെ നിൽക്കുന്നില്ല. കാര്യം നമുക്ക് പാർലമെൻ്ററി അല്ല. ശരീരത്തൊട്ടും വസ്ത്രമില്ലാതെ ശവങ്ങളുടെ മുകളിൽ മാത്രം കിടന്ന് ശവങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന ഇന്ത്യൻ സന്യാസി സംഘടന എവൻ്റെ വകയാണ് എന്നറിയുക. അതിൻ്റെ പിള്ളേരാണ് ഇതുവഴി വസ്ത്രമില്ലാതെ നടക്കുന്ന പാർട്ടി. ഞാൻ തുറന്നെടുക്കുക. ഇതിനകത്താരും പിണങ്ങാനല്ല, നമ്മൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ദൈവമേ ഞങ്ങളെ വിടുവിക്കണേ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗൗരവത്തിലോട്ട് ഇറങ്ങുന്നത്. ഒടുവിൽ അവന് വേണ്ടിയിരുന്നത് കൊലോസ്യ ലേഖനം 1:17 പറയുന്ന സകല നക്ഷത്രമണ്ഡലങ്ങൾക്കും മീതെ ദൈവമാണിരുന്ന് ഭരിക്കേണ്ടത്. അവന് പറയാനുള്ളത്, നോ, ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. വായിക്കാമോ ദയവായിട്ട്? യെശയ്യാവിന്റെ പുസ്തകം 14:13. ഞാൻ സ്വർഗത്തിൽ കയറും. ലൂസിഫറിന്റെ വാചകമാണ്, ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ 2 ചിത്രങ്ങൾ ദയവായി നോക്കിയാട്ടെ. ദൈവം സകലത്തിന് മീതെ ഇരിക്കുവാൻ തീരുമാനിച്ചു. സകലത്തെയും തന്റെ കാൽ കീഴാക്കി വയ്ക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ഇവൻ വാദിച്ചു, ഇല്ല, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറും. ഞാൻ അത്യുന്നതിന് പകരം അത്യുന്നതിനോട് സമനായി അവിടെ ഇരിക്കും. സകലത്തെയും എൻ്റെ കാൽ കീഴിലാക്കും. ആകയാൽ ദൈവിക സംസ്കാരത്തിൽ നിന്നും പൈശാചിക സംസ്കാരത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ അവൻ തീരുമാനിച്ചു. ആത്മയുദ്ധത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് ഇതുങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് $100 ബില്യൺ ഒറ്റയാളിൻ്റെ കയ്യിൽ നിന്ന്, ഒരു റഷ്യക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പോഴും അങ്ങേര് വരുന്ന ദൈവം ഇല്ലെന്നാ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്തിനാ സാറേ ഈ കാശെല്ലാം കളയുന്നേ? എന്തിനാ സാറേ ഈ റോക്കറ്റെല്ലാം ഉണ്ടാക്കിയത്? മനുഷ്യനല്ലാതെ വേറൊന്നും ഇല്ല, വേറൊരു ആത്മാവില്ലെന്ന് സാർ ഒരിടത്ത് പറഞ്ഞേച്ച് എന്തിനാ സാറേ ഈ കോടാനുകോടി ഡോളർ മനുഷ്യൻ്റെ ഇത് ചുട്ടുകരിക്കുന്നേ? എടാ, നിന്നോടിത് പറഞ്ഞാൽ ആരെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ എതിർക്കും. എൻ്റെ സാമ്രാജ്യം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കോങ്ങായിക്ക് പിടിച്ചവൻ നിർത്തി. അവരിതിനെക്കുറിച്ച് മിണ്ടത്തില്ല. അയാൾ ഇതിന് മുടക്കുന്നതാണ്. ഒരൊറ്റ റഷ്യക്കാരനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. $1 ബില്യൺ കണ്ടിരിക്കുന്ന അപ്പച്ചൻ്റെ അത്രയും ശാസ്ത്രത്തിൽ വളർന്ന രണ്ടാമതൊരാൾ ഇന്ന് ഇല്ലെന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഓർ ദ മോസ്റ്റ് കേപ്പബിൾ പേഴ്സണാലിറ്റി. രണ്ടാമനാണ് മിക്കിയ കാക്കുവ. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ തൊട്ടിരുന്നു. താനാണ് പൾസേറ്റിംഗ് തിയറി ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ബിഗ് ബാങ് കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹമാണ് തിയറി കംപ്ലീറ്റ് ചെയ്തത്. ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന് ദൈവമില്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി കോടികൾ മുടക്കിയ ആ മനുഷ്യൻ പക്ഷെ തൻ്റെ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിവൃത്തിയില്ലാതായപ്പോൾ ദൈവമുണ്ടെന്ന് സമ്മതിച്ചു. എവിടെ ബിഗ് ബാങ് ആരംഭിച്ചു, ആരിത് കൊണ്ടുവന്നു, ആരിതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾ വന്നതോടുകൂടെ എബ്രായ ലേഖനത്തിലെ ഇതിന് മറുപടിയുള്ളൂ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എൻ്റെ മറുപടി കിടപ്പുണ്ട്. സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ ദൈവം.
ഒരു 2 ശാസ്ത്രജ്ഞന്മാരുടെ പിക്ചർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് മോനെ ഒന്ന് ഓർപ്പിക്കണേ, ഇതിനകത്ത് ചേർക്കേണ്ടത് അത് 2 ശാസ്ത്രജ്ഞന്മാരുടെ പിക്ചർ ഇവിടെ ചേർക്കണം, വേറൊരു സ്ലൈഡും ഇവിടെ ചേരണം. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ അറിയുന്നവരുമായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അവരിതിനകത്തൊക്കെ പലതും ചെയ്തു. ഒടുവിൽ അപ്പച്ചൻ പറഞ്ഞു, ഇദ്ദേഹം ഇപ്പോഴും ജീവനോടുള്ള ആളെ, ഇവർ രണ്ടുപേരും ജീവനോടുണ്ട്. ഇദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഇന്ന് ഹെഡ് ഓഫ് ഫിസിക്സിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുന്നു. അവിടുത്തെ പ്രൊഫസറാണ് അദ്ദേഹം, മിക്കിയ കാക്കു. തിയറിറ്റിക്കൽ ഫിസിസ്റ്റാണ് അദ്ദേഹം. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, there is a God and he has got a mind. The mind of God is a pulsating noise of cosmic music, sound of cosmic music. അദ്ദേഹം ആ ഒരു പദം പറഞ്ഞു. തെണ്ടിക്കാണെന്ന പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഇവർ മുഴുവനും ഏലിയൻസിനെ അംഗീകരിക്കുന്നു. ഇവരാരാണെന്നൊന്ന് തൊട്ടേക്കാം. വലത്തുവശത്ത് ഇടത്തുവശത്തിരിക്കുന്ന ആളിൻ്റെ വിശദീകരണം പറയാൻ എനിക്ക് അറിയാൻ വയ്യ. എടുത്തുകൊണ്ട് വരാം, ഒരു പ്രയാസമില്ല. ഇവിടെയിരിക്കുന്ന പിള്ളേരെ ഇപ്പോൾ ആരും മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് എടുക്കാനുള്ളത് കൂടുതലൊന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ ഒന്നും സീക്രട്ടല്ല, എല്ലാം ഓപ്പണാണ്. എല്ലാ വിവരങ്ങളും എടുത്തുകൊണ്ടിരാൻ കാര്യം. പക്ഷേ ഞാൻ അത്രയും അങ്ങോട്ട് എടുത്തിട്ടില്ല. ഈ സംതിങ് വെരി സീനിയർ ഇൻ ദ വേൾഡ്. ആ വലത്തുവശത്ത് മുകളിൽ കാണുന്ന ആളാണ് നാസയുടെ ചീഫ് സയൻറ്റിസ്റ്റ്. നാസയേക്കാൾ കവിഞ്ഞ ഒരു ശാസ്ത്രീയ പ്രസ്ഥാനം ഭൂമിക്കില്ല. അപ്പോയിൻമെൻറ്റിന് പ്രകാരം ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നയാൾ. അദ്ദേഹം പറയുന്നു, ഏലിയൻസ് ആർ ദേർ. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നേരെ താഴെ ഇരിക്കുന്ന സെത്തിയുടെ പ്രസിഡന്റാണ്. സെത്തി എഗൈൻ ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ മാത്രമുള്ള ഒരു ഓർഗനൈസേഷനാണ് അത് പറഞ്ഞ്. ഇടത്തുവശത്തെ താഴെ ഇരിക്കുന്നത് നാസയുടെ വേറൊരു ശാസ്ത്രജ്ഞയാണ്. ഇവരെല്ലാം ഒരുപോലെ ഇത് അംഗീകരിക്കുന്നുണ്ട്. പോൾ ഹെയ്ലർ എന്ന ഈ മനുഷ്യൻ കാനഡയുടെ എക്സ് ഡിഫൻസ് മിനിസ്റ്റർ. ഇദ്ദേഹം 12 വർഷം കാനഡയിൽ ഡിഫൻസ് മിനിസ്റ്ററായി സേവനം ചെയ്തയാളാണ്. ഏലിയൻസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നയാളാണ്. 2 വർഷത്തിന് മുമ്പേ അദ്ദേഹം നടത്തിയ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ചില അതിപ്രധാന രഹസ്യങ്ങൾ. ഒന്ന്, 4 തരത്തിലുള്ള ഏലിയൻസ് ഭൂമിയിൽ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് 2 വർഷത്തിന് മുമ്പ് എടുത്തതാണ്. 4 തരത്തിലുള്ള ഏലിയൻസ് ഭൂമിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ 2 കൂട്ടർക്ക് അമേരിക്കൻ ഗവൺമെന്റുമായി വ്യക്തമായ ബന്ധമുണ്ട്. അവന്റെ തത്വശാസ്ത്രമാണ് അമേരിക്ക നടപ്പാക്കുന്നത്. ബൈബിൾ വായിക്കണ്ട, പൊതുസ്ഥലങ്ങളിൽ ഇത് കണ്ടേക്കരുത്. സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും വിവാഹം കഴിക്കുന്നത് അനുവദിക്കുക. അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ള ഒരറ്റത്തുനിന്ന് കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തരുത്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുക, അവരുടെ ദുസ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുക എന്നിങ്ങനെ ഏലിയൻ തത്വങ്ങൾ അല്ലെങ്കിൽ സാത്താൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ അധികവും മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റാണ്. പിന്നെ ബാക്കി പലരും ചെയ്തു. അമേരിക്കൻ ഗവൺമെൻറ്റുമായി ഇതിൽ 2 പേർക്ക് ബന്ധമുണ്ട്. അതിലാദ്യം ബന്ധമുള്ളത് ഞാൻ ഒടുവിൽ പറഞ്ഞ പുള്ളിയാണ്, റാപ്റ്റലൈൻ. അവനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബന്ധം. അവനാണ് ഒരു ഗ്ലോബൽ ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ് അവരുടെ അജണ്ട. അത് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ വർഷം താൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 4 തരത്തിലുള്ള ഏലിയൻസ് ഇന്ന് ഭൂമിയിലുണ്ട്. 2 വർഷത്തിന് മുമ്പേ പറഞ്ഞ് 4 കൂട്ടരേ ഉള്ളൂ. ഇപ്പം പറഞ്ഞു 34 എണ്ണം ഭൂമിയിലായി കഴിഞ്ഞു. 30 കാര്യം അവരെ കൊണ്ടുവരാനുള്ള സകലതും ചെയ്യുക. അർത്ഥനഗ്നരായി പെൺകുട്ടികൾ നടന്നു തുടങ്ങി. തോന്നിയതുപോലെ ജീവിക്കാമെന്നായി കഴിഞ്ഞു. സ്വാതന്ത്ര്യം അമിതമായി അനുവദിക്കപ്പെട്ടു. അവരുടെ വസ്ത്രധാരണ രീതി മുതൽ കിടക്കറ വരെ സകലതും പൈശാചികമായി മാറിക്കഴിഞ്ഞു. അവൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇയാൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഡെയിലി മെയിൽ എന്ന് പറയുന്ന പത്രത്തിനകത്ത് കൊടുത്തിരുന്ന ഒരു പ്രത്യേക പദം അതിഭയങ്കരമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ, നിങ്ങളുടെ അടുക്കലുള്ള ഷോപ്പിംഗ് മാളിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഏറ്റവും മനോഹരമായി വസ്ത്രം ധരിച്ച, അല്ലെങ്കിൽ തീരെ വസ്ത്രം ശരീരത്തിലില്ലാത്ത, കാണുന്നവനെ ഒക്കെ ആകർഷിക്കുന്ന വസ്ത്രധാരണത്തോടെ വന്നു നിൽക്കുന്നയാൾ മനുഷ്യനാകണമെന്ന് നിർബന്ധമില്ല. ഒരു പക്ഷേ വീണുപോയ ദൂതൻ വേഷം മാറി വന്നതാകാം. എന്തിന്? അവൻ്റെ സംസ്കാരത്തിലേക്ക് നിങ്ങളെ ആകർഷിക്കാൻ. മിക്കിയ കാക്കുവിനെ ഞാൻ മുമ്പേ എടുത്തല്ലോ. അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അവൻ്റെ വസ്തുതകൾ മുഴുവൻ ഇവിടെ വന്നു, നിങ്ങളത് അറിയാതെ അങ്ങ് അംഗീകരിച്ചില്ലേ, ഇനി അവൻ കൊണ്ടുപോയി എന്നെ ചെയ്യാനാ? അടുത്ത ചോദ്യം, റോക്ക് ആൻഡ് റോൾ മ്യൂസിക് വന്നപ്പോൾ നീയൊക്കെ പാടിയില്ലേ? എന്തിനാ പാടിയത്? ഇത് അവൻ്റെയാന്ന് നിനക്കറിയാൻ വയ്യായിരുന്നു? അയ്യോ, ഇപ്പോഴാണ് കേൾക്കുന്നത്. ഹ്യൂമൻ സംസ്കാരം, ദൈവമുണ്ടാക്കിയ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി വേറൊന്നിറങ്ങിയപ്പോൾ, റോക്ക് ആൻഡ് റോൾ ഇവിടെ വന്നപ്പോൾ, റോക്ക് മ്യൂസിക് നീ പാടിയപ്പോൾ നീ എന്തേ അറിയാഞ്ഞത്? ഇത് ഏലിയൻസിൻ്റെ യൂത്തിനെ ആകർഷിക്കാനുള്ള പരിപാടിയാ. പള്ളികൾക്കകത്തും യൂത്തിനെ ആകർഷിക്കേണ്ടതിന് ഇത്തരം കുണ്ടാമണ്ടികൾ വന്നു കയറുമ്പോൾ യേശു പറഞ്ഞ വാചകം മറക്കല്ലേ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, അന്ത്യകാലത്ത് ഇത് നടന്നിരിക്കും.
അവൻ്റെ സംസ്കാരത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടതിന് വരികയാണ്. തൻ്റെ ഫേസ്ബുക്കിൻ്റെ ഓണറാണ് വലത്തുവശത്ത് നിൽക്കുന്നത്. നിങ്ങളിൽ പലരുടെയും അറിയപ്പെടാത്ത ദൈവം. ഇവൻ്റെ ബുക്കും കൊണ്ടാണ്, ഇന്ന് ഫേസ്ബുക്കും കൊണ്ടാണ് ഒരുപാട് പേരുടെ ജീവിതം കഴിക്കുന്നത്. മനുഷ്യൻ്റെ രഹസ്യങ്ങൾ ചോർത്തേണ്ടതിന് അവരാണ് ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവരാണ്, അപ്പച്ചൻ ഇപ്പുറത്തിരിപ്പുണ്ട്, ഇവരാണ് പ്രകാശത്തിൻ്റെ 1/4 വേഗതയിൽ യാത്ര ചെയ്യുന്ന റോക്കറ്റുകൾ ലോഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ തൻ്റെ ഈ സാധനം ഇവർ രണ്ടുപേരും കൂടാണ് ചെയ്തിരിക്കുന്നത്. ദേ ഹാവ് ഇൻഫർമേഷൻ. ഇതൊന്നും ഇവിടെ വരച്ച പടങ്ങളല്ല കേട്ടോ, ഇതൊന്നും ഇവിടെ വരച്ച പടങ്ങളല്ല. എല്ലാം ഔദ്യോഗിക പത്രങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പടങ്ങളാണ്. ഒന്നിച്ചെന്തേലും മനസ്സിലാകുന്നവർ എൻ്റെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പരസ്യമായി ഒന്ന് വിളിച്ചു പറയേണ്ടതിന് വേണ്ടി. ഓക്കെ, ദി എറ്റേണൽ പ്ലാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ നിത്യമായ പ്ലാന് സകലതും ദൈവത്തിൻ്റെ കാൽ കീഴ് വെക്കുക. പക്ഷെ തൽക്കാലത്തേക്ക് അത് ദൈവത്തിൻ്റെ കയ്യിൽ ഇത് പിടിച്ചു പറിക്കാൻ ഇവന് സാധിക്കുമോ? അതെ, ബൈബിൾ പറയുന്നത് സകലതും അവന് കാൽക്കീഴായിരിക്കണമെന്ന് എന്നുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ സകലതും തനിക്ക് കാൽക്കീഴായതായി കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവം കളഞ്ഞേച്ചു പോയി എന്നല്ല. തൻ്റെ വായിലെ ശ്വാസത്താൽ ശത്രുവിനെ ഒടുക്കുന്ന ഒരു ദിവസം വരും. അതിനു മുന്നേ എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കാൻ ഒരു ചാൻസ് തന്നിരിക്കുക. പിടികിട്ടുന്നുണ്ടോ? സകലതും തനിക്ക് കീഴടങ്ങി ഇരിക്കണമെന്ന് ദൈവത്തിൻ്റെ പ്രമാണമാണ്. പക്ഷെ ഇന്നങ്ങനെ കാണുന്നില്ല. എല്ലാം തനിക്ക് കീഴല്ല. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മുകളിലും തന്നെത്താൻ ഉയർത്തി അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു എതിരാളിയെ നിങ്ങൾ കാണും. ദൈവം എന്നെ വിദേശത്ത് അയച്ചു, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ എൻ്റെ അകത്തൊരു തോന്നൽ, വർഗീസെ പോക്കറ്റിലിട, ഇല്ല നീ ഇതെല്ലാം പള്ളിക്ക് കൊണ്ട് കൊടുത്ത് എന്നാ ചെയ്യും? സീൽ എൻ്റെ മണ്ടേ വെക്കാൻ അവൻ നിൽക്കുക. സീൽ എടുക്കണോ വേണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ തുണി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി, തൻ്റെ നഗ്നത ഒരു പുരുഷൻ എന്ന സാഹചര്യത്തിൽ അത്രയും ബാധകമല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മുമ്പേ കാണിച്ച നഗ്ന ചിത്രങ്ങൾ വരത്തില്ലായിരുന്നല്ലോ. ബാധകമാണ്, പക്ഷെ അധികമല്ലായിരിക്കാം. എൻ്റെ തലേ സീല് വീഴുന്നോ ഇല്ലയോ എന്ന് അന്നേരത്താണ് അറിയുന്നത്. ദൈവം എനിക്ക് പ്രസംഗിക്കേണ്ടതിന് ഇൻഫർമേഷൻ തന്നു. എടാ, നീ ഇത് പരസ്യമായി പ്രസംഗിച്ചാൽ നാട്ടുകാരൊക്കെ എതിർക്കുമെടാ, അതുകൊണ്ട് മിണ്ടാതിരിടാ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ തലയ്ക്ക് സീല് വീഴാതിരിക്കാൻ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ഉണ്ടല്ലോ, അവനെ കാൽ കീഴെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ നിത്യതയുടെ പദ്ധതി ഇന്നും ദൈവം തന്നെ ഭരിക്കുമെന്ന. പക്ഷെ ഇന്നങ്ങനെ കാണുന്നില്ല. എല്ലാം അവൻ്റെ കാൽ കീഴായി കാണുന്നില്ല. അല്ലേ? ഓർമ്മയുണ്ടല്ലോ, കാണുന്നില്ല. കാണും, അതിനൊരു ദിവസമുണ്ട്. അത് ദൈവം തന്നെ ചെയ്തേ പറ്റൂ, എന്നെ കൊണ്ട് ഒക്കത്തുമില്ല. കാര്യം ദൈവം തന്നെ തൻ്റെ വായിലെ ശ്വാസത്താൽ ശത്രുവിനെ ഒടുക്കിയ ശേഷമേ ഇത് നടക്കത്തുള്ളൂ. പിന്നെ എന്തിനാ ഞാനീ നിന്ന് പറയുന്നത്? ഇതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് എടുക്കേണ്ടതിന് വേണമെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്തോളാൻ. ദൈവം ഭാരതം പിടിക്കും, ദൈവം ഈ കർണാടകം പിടിക്കും, ദൈവം ഭൂമിയെ ഭരിക്കും. ദൈവത്തിനും സകല നക്ഷത്രങ്ങൾക്കും മീതെ ഇരുന്നു കൊണ്ട് സകലതും തൻ്റെ കാൽ കീഴാക്കി ഭരിക്കണം. ഇന്ന് തന്നോടുകൂടെ അധ്വാനിക്കുകയും തന്നോട് സഹകരിക്കുകയും ചെയ്തവർക്ക് ഒരു പ്രതിഫലം കൊടുക്കേണ്ടതിന് നമുക്കൊരവസരം തന്നിരിക്കുക, വേറൊന്നുമല്ല. നമുക്കൊരവസരം തന്നിരിക്കുക. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ടയാൾ, ഞാൻ പേര് പറയാൻ മടിക്കുന്നു, നന്നായി ഞാൻ ഓർക്കുന്നു, എന്നെ ഉൾപ്പെടെ ഒരു കൂട്ടം പ്രസംഗകരെ വിളിച്ച് അദ്ദേഹം ഒരു കൊച്ചു മീറ്റിംഗ് വെച്ചു. ഒരാൾ ഒരു കോടീശ്വരൻ, ഒരു ആത്മീയ നേതാവ്, ഒരു ക്രിസ്ത്യൻ നേതാവ് ഒരിക്കൽ തൻ്റെ ടെലിവിഷനിലേക്ക് കുറേ പ്രസംഗകരെ എടുക്കാൻ, അദ്ദേഹം ആരെ എടുത്തില്ലെന്നുള്ളത് വേറൊരു കാര്യം, കുറേ പ്രസംഗകരെ എടുക്കേണ്ടതിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞാനുണ്ടായിരുന്നു, സുരേഷ് ബാബു ഉണ്ടായിരുന്നു, നോബിൾ ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു. അന്ന് പ്രസംഗിക്കുന്നവർ, ടെലിവിഷനിലല്ല പ്രസംഗിക്കുന്നവർ. ഇദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയേച്ച് പറഞ്ഞു, ഞാനൊരു ടെലിവിഷൻ തുടങ്ങാൻ പോവുകയാണ്, അതിനകത്ത് നിങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ അവസരം തരാം, പക്ഷേ അതിന് ഇത്ര ആയിരിക്കും ഫീസ്, ഇന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലാത്തൊരു വാചകം പറഞ്ഞു. ആ മനുഷ്യൻ ഓൾറെഡി ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളാണ്. അന്ന് തന്നെ ഇയാളുടെ ടെലിവിഷനിലല്ല, വേറൊരു ചാനലിൽ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തോ ഒരു ആശയം പറഞ്ഞു. അത് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ ആളിന് ഇഷ്ടപ്പെട്ടില്ല. ആ 1-2 പദങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാളിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രസംഗകരെ കിട്ടാത്തത് കൊണ്ട് തന്നെ വിളിപ്പിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ശമ്പളം കൊടുക്കുന്ന 1500 ഉപദേശിമാർ എനിക്കുണ്ട്. ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന 1500 ഉപദേശിമാർ എനിക്കുണ്ട്. അവരിൽ ഒരാളിനോട് 1 മണിക്കൂർ വീതം പ്രസംഗിക്കാൻ പറഞ്ഞാൽ എൻ്റെ ആയുസ് തീരുന്നത് വരെയുള്ള പ്രസംഗം അവരുടെ കയ്യിലുണ്ട്. തനിക്കൊരു ചാൻസ് തരാൻ തന്നെ വിളിച്ചത്.
അല്ല, എനിക്ക് പ്രസംഗകർ ഇല്ലാഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് തരാം. ഞാൻ അണിവിരലായതുകൊണ്ട് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് നീ പറയാതിരിക്കാൻ നിനക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് തരാമെന്ന് പറയാൻ വിളിച്ചതാ. ദൈവമക്കളെ, ഈ ഭൂമിയെ തിരിച്ചു പിടിക്കുന്ന യേശുവാ. നമ്മുടെ ആരുടെ ഓശാരം വേണ്ട. പിന്നെ എന്തിനാ നമ്മളെ വിളിച്ച് സ്നാനപ്പെടുത്തി സഭയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന അറിയാമോ? വേണേ ഒരു ചാൻസ് തരാമെന്ന് പറയാനാ. എനിക്ക് ചാൻസ് തരുന്നത് ഞാൻ അംഗീകരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ നരകത്തിൽ പോകുഞ്ഞേ, അതിന് ദൈവം ഇപ്പം എന്നാ വേണം? ഓക്കെ, നമുക്കൊരു ചാൻസ് തരണം. ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാൻ താൻ തന്നെ ഭരിക്കുമെന്നാണ്. ഇനിയും നമുക്ക് ചരിത്രത്തിലോട്ട് പതുക്കെ കയറാം. അന്ന് കഴിഞ്ഞകാല നിത്യതയിൽ ദൈവം എല്ലാ നക്ഷത്രങ്ങളിലും തൻ്റെ ദൂതന്മാരെ പാർപ്പിച്ച സാഹചര്യത്തിൽ നമ്മൾ എടുത്തതാ, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ലൂസിഫറിനെ ഒരു നക്ഷത്രത്തിൽ പാർപ്പിക്കാതെ പകരം സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നു. എസെക്കിയേൽ പ്രവചനം 28 വായിച്ചു തീർക്കാൻ നേരമില്ല. എസെക്കിയേൽ പ്രവചനം 28 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നീ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിലായിരുന്നു. നീ ഇൻ ദ മിസ്റ്റ് ഓഫ് ദി ഫയറി സ്റ്റോൺസ് എന്തോ അതിന് കൊടുത്തിരിക്കുന്നത്. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. നിവൃത്തിയില്ല, അതെല്ലാം വായിച്ചു തരാൻ സമയമില്ല. നീ ദൈവത്തിന്റെ പർവ്വതത്തിലായിരുന്നു, തോട്ടത്തിലായിരുന്നു, അഗ്നിമയ രഥങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചവനാണ്. അഗ്നിമയമായ കല്ലുകൾ കൊണ്ട് നിന്നെ നടത്തിയതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ സ്വർഗത്തിലായിരുന്നു. ലൂസിഫറിനെ ദൈവം സ്വർഗത്തിലിരുത്തി. സ്വർഗമഹത്വത്തിൽ അവൻ വസിക്കവേ അവൻ സ്വർഗത്തിൽ പാപം ചെയ്തു. എന്തൊക്കെയായിരുന്നു ലൂസിഫറിന്റെ പാപം? അതവന്റെ സ്വഭാവത്തിന്റെ പ്രദർശനമായിരുന്നു. ചിലർ പറയും സാഹചര്യം വന്നപ്പോൾ ഞാൻ പാപം ചെയ്തു പോയതാണ്. ഒരിക്കലുമില്ല. സാഹചര്യം വന്നാൽ പാപം ചെയ്യത്തില്ല. സാഹചര്യം വരുമ്പോൾ നമ്മിലുള്ള പാപസ്വഭാവം ഉള്ളത് വെളിപ്പെടുക. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പശു എത്ര ദിവസം പട്ടിണി കിടന്നാലും എലിയെ പിടിച്ച് തിന്നുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിന്നുകയില്ല. പൂച്ചയുള്ള പണി കാണിക്കുന്നത്. ഒരു പശു 3 മാസം പട്ടിണി കിടന്നു, അതിന് ആഹാരം കിട്ടുന്നില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു എലി അതിൻ്റെ മുന്നേ കൂടെ പോയാൽ പശു എലിയെ പിടിച്ച് തിന്നുമെന്ന് തോന്നരുത്. നോ, അവസരം കിട്ടിയാൽ പശു എലിയെ തിന്നത്തില്ല. അതിൻ്റെ രക്തത്തിൽ എലി തിന്നുന്ന പരിപാടിയില്ല, പുല്ല് തിന്നും. ഒരു പൂച്ചയുടെ കയ്യിൽ എലിയെ കിട്ടിയാൽ ഉടൻ പിടിച്ച് തിന്നും. സാഹചര്യം നോക്കിയിരിക്കുക. സാഹചര്യത്തിൽ ഞാനങ്ങ് വീണുപോയി. ചുമ്മാതാ കുഞ്ഞെ, സാഹചര്യത്തിൽ ആരും വീഴത്തില്ല. നിന്നിലുള്ള പാപം വെളിച്ചു വരും, അത്രേ ഉള്ളൂ. നിന്നിലുള്ള പാപം സാഹചര്യത്തിൽ വെളിയിൽ വരും. നീ പാപിയാ, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ പരിഹരിപ്പാൻ യേശുവിന് കഴിയും. ലൂസിഫറിന് അവസരം ലഭിച്ചു. അവന് സ്വർഗത്തിൽ പാപം ചെയ്തു. അവൻ അഹങ്കരിച്ചു. അവൻ പറഞ്ഞു, ഇതര ദൂതന്മാർ എന്നെ സേവിക്കണം, ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. ഞാൻ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ക്ലാസ് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് കഴിയുമെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുവാൻ അവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്തെന്ന്. അവൻ ഇതര ദൂതന്മാരെ അവന് കീഴടക്കി. ഇന്ന് ഗ്രേ വിഭാഗത്തിൽ പെടുന്നവരെ കുറിച്ച് പറയുന്നത്, അവർ പണ്ടൊരിക്കൽ റാപ്റ്റിലിൻ്റെ അടിമകളായി പോയി ഒരു കാലഘട്ടത്തിൽ. ബൈബിൾ പറയുന്നത്, നിന്റെ രാജതണ്ണുകൊണ്ട് നീ ഇതര ജാതികളെ പീഡിപ്പിച്ചു. യെശയ്യാവ് 14 ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ഇതര ദൂതന്മാരെ പിടിച്ചടിമയാക്കിയവനെ എന്ന ആശയത്തിലാണത് പോകുന്നത്. ഇതെല്ലാം ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. ഇവൻ സ്വർഗത്തിൽ പാപം ചെയ്യുകയാൽ ഇവനെ സ്വർഗത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ദൈവം തീരുമാനിച്ചു. നമ്മൾ ആ വാക്യം വായിച്ചു കഴിഞ്ഞു. നിന്നെ സ്വർഗത്തിൽ നിന്ന് എടുത്തു കളയും കാര്യം, നിങ്ങൾ കുറ്റം കണ്ടു, നീ നടപ്പിൽ പണ്ട് നിഷ്കളങ്കനായിരുന്നു. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ആർക്കും വീഴാം. സ്വർഗത്തിലെ ദൂതന് വീഴാമെങ്കിലാണോ എനിക്ക് വയ്യാത്തത്? ആകയാൽ ഭയത്തോടെ നമ്മുടെ മരുഭൂപ്രയാണം കഴിയാം. കർത്താവേ, വീഴാതെ സൂക്ഷിക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അവനെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അവന് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഞാൻ തൊടുന്നില്ല. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. ലൂസിഫറിനെ ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എസെക്കിയേൽ 28:18 അവൻ സ്വർഗത്തിൽ പാപം ചെയ്തതുകൊണ്ടാണ് അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കാണാം. ലൂസിഫർ സാത്താൻ്റെ വർഗത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തന്നേ ഉള്ളൂ. സാത്താൻ എന്ന് പറയുന്നത് ലൂസിഫർ അല്ല, ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, പൈശാചിക ദൂതന്മാർ. ആ കൂട്ടത്തിൽ ലൂസിഫറും അവൻ്റെ സമൂഹവും മെമ്പർഷിപ്പ് എടുത്തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവരും കൂടെ പോയി ആ പള്ളി കൂടിയെന്നേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അവനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയുടെ ഒത്തിരി കോസ്മോസ് അവന് വേണ്ടി ഉണ്ടാക്കിയതാണ്.
ഭൂമിയിൽ അവൻ വന്നിരുന്നുവെന്നും വസിച്ചിരുന്നുവെന്നതിനുമുള്ളതിൻ്റെ തെളിവുകൾ ശാസ്ത്രമാ പുറത്തു കൊണ്ടിരുന്നത്. ബൈബിൾ ഇത്രയും മാത്രം പറയുന്നുണ്ട് അവനെ ഭൂമിയിലേക്ക് തള്ളിയെന്ന്. അവിടെ കൊണ്ട് ബൈബിൾ നിർത്തി. 2 വാക്യം വാങ്ങാണ്ടേ അതിനാകപ്പാടെ ഉള്ളൂ. ഒന്ന്, ദൈവപുത്രന്മാർ പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടി ആർക്കുമ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടുവെന്ന് യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ പറയുന്നു. അല്ലെങ്കിൽ അവൻ ആർക്കുമ്പോഴാണ് ദൈവം അടിസ്ഥാനമിട്ടത്. കാര്യം ഇത് അവന് വേണ്ടിയായിരുന്നു. 2, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഭൂമി മുഴുവനും യേശുവിനെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇത് മുഴുവൻ എന്റേതാ. അല്ലെന്ന് യേശു പറയുന്നില്ല. കാര്യം അവന് വേണ്ടി ഉണ്ടാക്കിയെന്ന് അവനും അറിയാം, യേശുവിനും അറിയാം, ക്രിസ്ത്യാനിക്കും അറിയാം, ബൈബിളില്ല. പക്ഷേ അതിൻ്റെ തെളിവുകൾ അധികം ഒന്നും ബൈബിൾ തന്നിട്ടില്ല. ശാസ്ത്രം അതിൻ്റെ തെളിവുകൾ തരുന്നു. ഇക്കാണുന്നത് 410 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൂട്ടം ഫോസിലുകൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് കുഴിച്ചെടുത്തതാണ്. 410 കോടി വർഷവും ആദമിനെ ഉണ്ടാക്കിയ ചരിത്രം ബൈബിളിൽ വെറും 6000 വർഷമേ ഉള്ളൂ. ആദമിനെ ഉണ്ടാക്കിയിട്ട് 6000 വർഷമേ ഉള്ളൂ. എവിടെ? 410 കോടി വർഷങ്ങൾക്ക് മുന്നമേ ഉണ്ടായിരുന്ന വസ്തുക്കൾ മാറി അത് ഘനീഭവിച്ച് ഫോസിലുകളായതിൻ്റെ ഭാഗമാണ് ഓസ്ട്രേലിയയിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടിയത്. ഇക്കാണുന്നത് 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടമാണ്. ഇത് തെക്കേ അമേരിക്കയിൽ നിന്നും കുഴിച്ച് എന്നപ്പോൾ കണ്ടുകിട്ടിയതാ. ലൂസിഫറിന്റെ കോസ്മോസിൽ അവന്റെ വലിപ്പത്തിൽ അവൻ പണിത ഒരു കെട്ടിടമാണിത്. ഭൂമിയിൽ ഇത് മണ്ണടിഞ്ഞുപോയി. 3.5 കിലോമീറ്റർ ഉയരമുണ്ട്. 3.5 ബില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട്. 3.5 ബില്യൺ വർഷങ്ങളുടെ പഴക്കം. ഇത് കോറൽ സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കായുടെ പുറത്ത് കാണുന്ന തോട് പോലെയുള്ള ഒരു വസ്തുവാണ്. ഇറ്റ്സ് കോറൽ സ്ട്രക്ചർ ആയതുകൊണ്ട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് അവൻ താമസിച്ച വീടായിരിക്കുകയില്ല, അവൻ പണിത വീടാണെന്നുണ്ടെങ്കിൽ സ്വർണം കൊണ്ടേ പറ്റത്തുള്ളൂ. ശാസ്ത്രജ്ഞൻ തന്നെ എന്നല്ല ഇവനുമായി ബന്ധമുള്ളതുമാണ്. സ്വർണം കൊണ്ടേ പറ്റത്തുള്ളൂ, താണത് കൊണ്ട് അവൻ ഉണ്ടാക്കുകയില്ല. ഇതവൻ്റെ കന്നാലിക്കൂടായിരിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. ബിക്കോസ് ഇറ്റ് ഈസ് കോറൽ. ഇതവൻ്റെ കന്നാലിക്കൂടായിരിക്കും. 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ഉയരം. അങ്ങനെ ആയിരുന്നാൽ അവൻ്റെ വലിപ്പം എന്നായിരുന്നു, അവനോട് കൂടെ ഉണ്ടായിരുന്നവരുടെ വലിപ്പം എന്നായിരുന്നു, അവൻ്റെ മൃഗങ്ങളുടെ വലിപ്പം എന്നാ. വേറൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവനിരുന്ന് നാടകം കാണാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു എന്തുവാ അരേനയായിരിക്കണം. കാര്യം അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. ഇന്നത്തെ അരേനയുടെ ഷേപ്പൊക്കെ എവിടുന്നോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാ. അത് ഇവിടുന്നായിരിക്കണം, അവൻ്റേതായിരിക്കണം. ഓക്കെ, അവൻ്റെ നാടകം കണ്ട സ്ഥലമായിരിക്കാം. രണ്ടായാലും ഇതിൻ്റെ വലിപ്പം ഭയങ്കരമാണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ഇവിടെ ഇത് ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ എവിടെയോ ഒരാൾ ചെയ്തെന്നെ കാണിച്ചു. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇന്ന് പല കെട്ടിടങ്ങളിലും കാണുന്ന ആർട്സ് അതിൽ കാണാനുണ്ട്. ദേവീദേവന്മാരുടെ ചിത്രം പിടികിട്ടുന്നുണ്ട്. ഇത് ഇവിടെ നിന്നും വന്നതല്ല, ഇത് പണ്ടേ ഉള്ളതായത്. ഇത് കഴിഞ്ഞകാല നിത്യതയിലെ ആ ദൂതന്മാരുടെ പടങ്ങൾ ഇതേ കിടപ്പുണ്ട്. ഇന്ന് മനുഷ്യനതിനെ ആരാധിക്കുന്നുണ്ട്. ഇത് പഴയ തടികളാ. പഴയ തടി ഇക്കാലത്ത് കുഴിച്ച് എന്നപ്പോൾ കണ്ടുകിട്ടിയ തടിയാണ്. കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതാ. 2 കോടി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അല്ല, ഇത് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയതാണ്. എവിടെയോ കണക്കിന് വ്യത്യാസം വന്നാണ്. 2 കോടി വർഷം കൊണ്ട് ഇത് ഒക്കത്തില്ല. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തിരിയുന്നില്ല. ലൂസിഫർ ഈ ഭൂമിയിലും വീണ്ടും ദൈവത്തോട് റിബൽ ചെയ്തു. ചില നേരം കൂടെ ഒരു ലൂസിഫർ ഈ ഭൂമിയിലും ദൈവത്തോട് മറുതലിച്ചു. ഇവനെ കൊണ്ട് ഇവിടെ പാർപ്പിച്ചതാ. ഇവിടെ ഇവൻ ദൈവത്തോട് മറുതലിച്ചു. ഇവിടെ വെച്ചാണ് ഇവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ശിക്ഷയെ ഞാൻ അംഗീകരിക്കുകയില്ല. സ്വർഗത്തിൽ പാട്ടുപാടുകയായിരുന്നു എൻ്റെ ജോലി. സ്വർഗത്തിൽ വാദ്യോപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയായിരുന്നു എൻ്റെ ജോലി. എന്നെ കൊല്ലുകയില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് തള്ളിയെങ്കിൽ ഞാൻ ഇവിടെ പാട്ടുപാടി ഇവിടെ വേണേ കേട്ടു. നമ്മുടെ ചർച്ചിൽ പണ്ടൊരിക്കൽ, ഇന്ന് എൻ്റെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറിപ്പോയി, നമ്മുടെ ചർച്ചിൽ പണ്ടൊരിക്കൽ ഒരുത്തം പാട്ടുപാടാൻ വേണ്ടി വന്നു. അന്ന് ഞങ്ങൾക്ക് 22 മെമ്പേഴ്സ്, മേ ബി 30 കാണും. ഇല്ല, 22 30 പോയി. എനിക്കൊന്ന് 22 ഒറ്റയടി 17 പേരായിരുന്നു ആദ്യത്തെ സ്നാനം. അങ്ങനെയാണെങ്കിൽ 22 + 17 39 അല്ലേ? അതോ 49? എത്ര? 49. 22 നേരെ ചാടിയത് 49 കാര്യം. ആദ്യത്തെ സ്നാനം 17 പേരായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ആ 49 അല്ലെ 50 പേരുണ്ടായിരുന്ന കാലത്താണ്. ഇവിടെ കൊയറൊന്നും ഇല്ല. എൻ്റെ ഭാര്യയാണ് അന്ന് പാട്ട് ലീഡ് ചെയ്യുന്നത്. കൈയടി അല്ലാതെ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. പിന്നെ ഭൂതവിളക്കിന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു കുലുക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അതേ 2 എണ്ണം കൊണ്ടുവന്ന് ഇതും കുലുക്കി ഞങ്ങൾ ഇങ്ങനെ ഡ്രം അടിച്ച് പാടുമായിരുന്നു. നത്തിങ് എൽസ്, വേറൊന്നും ഞങ്ങളുടെ ഇല്ല. ഭൂതവിളക്ക് എന്നുള്ളത് കോവിര ബാബുച്ചാൻ്റെ നിന്ന് കിട്ടിയ വാക്ക്. അച്ഛൻ പോയി. അച്ഛൻ ഭൂത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതേലൊരെണ്ണം ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഞങ്ങളതിന് ഭൂതവിളക്കിന്ന് പേരിട്ടതാണ്, വേറൊന്നുമില്ല. ഓക്കെ, പലരും അത് കണ്ടിട്ടുണ്ട്. ഓൾ റൈറ്റ്, മേനി മാറിക്കിട്ടി. ഇതല്ല ഞങ്ങളുടെ ഒന്നും ഇല്ല. ആ കാലമാണ്. അന്ന് ഗീതാർ ഉപയോഗിച്ച് പാട്ട് പാടുന്ന ഒരു അച്ചായനെ കിട്ടി. പുള്ളിക്കാരൻ ചർച്ചിൽ ഇങ്ങോട്ട് വോളണ്ടിയർ ആയിട്ട് വന്നിച്ച് പറഞ്ഞു, ഞാനിവിടെ വരാം, നിങ്ങൾക്കൊരു കൊയർ ഉണ്ടാക്കി തരാം, ഞാൻ പാട്ടുപാടാം. കാര്യം വളർന്നതല്ലേ. പെട്ടെന്ന് 22 17 പേര് ഇങ്ങോട്ട് സ്നാനപ്പെട്ടെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ട് സഭ മാറിയ സമയമല്ലേ. പക്ഷേ ഇയാൾക്കൊരു കീത്താടിയുണ്ട്, ഏലിയൻ മോഡൽ.
ഇയാൾ സ്നാനപ്പെട്ടതുമല്ല. ആള് ഒരു ബാങ്കിൻ്റെ സീനിയർ മാനേജരാണ്. ഞാൻ പറഞ്ഞു, സാറേ ബാർബർ ഷോപ്പ് കാണിച്ചു തരാം, പോയി ശുദ്ധിയായി വരാമെങ്കിൽ ഇവിടെ പാട്ട് പാടാം, അല്ലെ തൻ്റെ പാട്ട് കേൾക്കണ്ട. ലൂസിഫർ ദൈവത്തോട് മറുതലിച്ച് വെച്ച് പറഞ്ഞത്, ഞാൻ പാടാൻ പോവാ, എന്നെ സ്വർഗത്തിൽ നിന്ന് തള്ളിയതല്ലേ, ഞാൻ പാടാൻ പോവാ. അവൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി ഭൂമിയിൽ പാട്ടുപാടി. ഇവിടെ അവൻ ദൈവത്തോട് മറുതലിച്ചതിൻ്റെ ഒന്നാം ഭാഗമാണ്. 2, സ്വർഗത്തിൻ്റെ തെരുവുകൾ സ്വർണം കൊണ്ടുള്ളതാണ്. അവൻ പറഞ്ഞു, ഇവിടെ ഞാൻ സ്വർണം കൊണ്ട് കെട്ടിടം പണിയും. അതാ 3.5 കിലോമീറ്റർ കാണിച്ചത്. ആ സാധനം സ്വർണ്ണം അല്ലാത്തേ കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ വരുന്നത്. ഇവന്മാർക്കെല്ലാം ബന്ധമുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിലാകുമ്പോൾ അവിടെ എത്തും. ഇവന്മാർക്കുള്ള ബന്ധം എന്നതാണ്, നമ്മൾ അവിടെ എത്തും. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്വർണ്ണമല്ലാത്തത് കൊണ്ട് അവൻ താമസിച്ച വീടാകാൻ സാധ്യതയില്ലാതെ. ഇതവൻ്റെ കന്നാലിക്കൂടായിരിക്കാനാണ് വഴിയെന്ന്. ഓക്കെ, അവൻ പറഞ്ഞാൽ ഇവിടെ സ്വർണം കൊണ്ട് പട്ടണം പണി. അതാണ് യെശയ്യാ പ്രവാചകൻ 14-ാം അധ്യായത്തിൽ ചോദിച്ചത്, നിന്റെ പോംബ് ഓഫ് ദ മ്യൂസിക്, നിന്റെ സംഗീതത്തിൻ്റെ ആഡംബരം എങ്ങനെയുടെ നരകത്തിലോട്ട് മാറിയത്? നിന്റെ സ്വർണ്ണ നഗരങ്ങൾ എങ്ങനെയുടെ നരകത്തിലേക്ക് മാറിയത്? ഇവിടെ അവൻ ദൈവത്തോട് മറുതലിച്ച് ഇതെല്ലാം ഉണ്ടാക്കി. അടുത്തത്, അവൻ ഇതര നക്ഷത്രമണ്ഡലങ്ങളിലുള്ള ദൂതന്മാരെ കൂട്ടുപിടിച്ചു. ഇത് ഹാനോക്കിൻ്റെ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ചരിത്ര പുസ്തകമാണ് ഹാനോക്കിൻ്റേത്. ഹാനോക്ക് പറയുന്നത്, ഒരു കൂട്ടം ദൂതന്മാർ ഇവനോട് ചേർന്നു നിന്നു. പല ദൂതന്മാർക്കും ഉണ്ട്, ദൈവം ഇങ്ങനെ മിടുക്കനായിട്ട് അങ്ങ് പോയാൽ ശരിയാകത്തില്ല. പാസ്റ്ററായിട്ട് അവൻ ഇരുന്നാൽ ശരിയാകില്ല, നമുക്കിവനെ താഴെ ഇട്ടേച്ച് നമുക്കും കയറണമെന്നൊക്കെ പറയുന്നവരില്ലേ. ഇവിടെയെങ്കിലും തുടങ്ങിയതല്ല, ഇതങ്ങ് പണ്ട് കഴിഞ്ഞകാല നിത്യതയിൽ ആരംഭിച്ചതാണ്. അവൻ ലീഡറായിട്ടിരിക്കുക, നമുക്കിവനെ പിടിച്ച് താഴെ ഇറക്കാം എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ദൂതന്മാരിൽ പലരും ഇവനോട് കൂടി ചേർന്ന് പറഞ്ഞു, നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യുദ്ധത്തിന് വേണ്ടി ദൈവവുമായി യുദ്ധപ്രഖ്യാപനം നടത്തി. അന്നാണ് അവൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ നക്ഷത്രങ്ങളുടെ മീതെ വെക്കും എന്ന് പറഞ്ഞ് അവൻ ദൈവവുമായി ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറായി. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 4, 11, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. കുഞ്ഞാ ഒന്ന് വായിച്ചാട്ട് 14-ന്റെ 4 പ്ലീസ്. കുറച്ചൊക്കെ വായിക്കുകയും വേണമല്ലോ. നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. എനിക്ക് ആ ഒരു വാക്ക് ഞാൻ ഒന്ന് എടുത്തോട്ടെ. നീ ബാബേൽ രാജാവിനെ കുറിച്ച് പാട്ട് പാടും. അങ്ങനെയാണെങ്കിൽ ഇത് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാ? ബാബേൽ രാജാവിനെ കുറിച്ചാണ്. വേദപുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. വേദപുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്. നമ്മുടെ ചർച്ചിൽ നായർ വിഭാഗത്തിൽ നിന്നൊരു സഹോദരൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ യേശുവിനെ ഒരു ദർശനത്തിൽ കണ്ടു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ യേശുവിനെ കാണുക എന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ നീളമുള്ള താടിയും മുടിയും പലതുമായിട്ട് ഈ പടങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായ കാലം മുതൽ യേശുവിൻ്റെ ചിത്രം പലരും വരച്ചു വെച്ചിരിക്കുന്നത് കണ്ട ഞാൻ വളർന്നത്. അപ്പം ഞാൻ കണ്ടാൽ അങ്ങനെ ഇരിക്കേണ്ടത്. ഞാൻ ഇദ്ദേഹത്തിന് ചോദിച്ചു, ബ്രദറെ യേശുവിനെ കണ്ടിട്ട് എങ്ങനെ ഇരുന്നു? അദ്ദേഹം പറഞ്ഞു, ഒരു ഒറ്റമുണ്ട് ഉടുത്തിട്ടുണ്ട്, ഒരു നേരിയതും തോളയിലുണ്ട്, ഉടുപ്പിട്ടിട്ടില്ല. ഇയാൾ കണ്ടത് മന്നത്ത് പത്മനാഭൻ്റെ രൂപമാണ്. കാരണം ആ രൂപത്തിൽ വന്നെങ്കിലേ അങ്ങർക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അടുക്കൽ വെളിപ്പെടാൻ സാധ്യതയുള്ള രൂപം എനിക്ക് മനസ്സിലാകുന്ന രൂപമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇത് വിലപ്പോകയില്ല. അദ്ദേഹത്തിന് വെളിപ്പെട്ടത് യേശു തന്നെയാണ്. കാര്യം താൻ ദൈവവൈതലായി മാറി. കണ്ടേച്ച് തിരിച്ച് പഴയ പാപത്തിന് പോകല്ലായിരുന്നു, താൻ ദൈവവൈതലായി മാറി. അവനവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇടപെടുന്നവനാ ദൈവം. നമ്മുടെ യേശു സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാ. തൻ്റെ വാക്കിൻ്റെ 7 ക്വാളിറ്റികൾ ശാസ്ത്രം കണ്ടുപിടിക്കാൻ ഈ $13.5 ബില്യൺ ചെലവിടേണ്ടി വന്നു, ബൈബിളിൽ തരുന്ന ആ 7 ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ. പക്ഷെ അത്ര വലിയവനായ യേശു ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളൊന്ന് എടുത്തോണേ. വയലിലെ താമര, കൊക്ക, ചക്ക, കുരുവി. യേശുവേ ഈ താണയനെ ഉദാഹരണം പറയാതെ ഭയങ്കര ഗംഭീരം പറഞ്ഞുകൂടെ? നക്ഷത്രങ്ങളുടെ ഉദാഹരണം വർഗീസേ, അതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. ബൈബിളിൻ്റെ ഭാഷ എന്നെ ലളിതമാണെന്നറിയാമോ? പ്രസംഗശൈലിയും അങ്ങനെ വേണം. സാധാരണക്കാരന് മനസ്സിലാകുന്ന. സാധാരണക്കാരായ ഇസ്രയേലിന് അന്ന് ശത്രുവായി അവർക്കെതിരെ നിൽക്കുന്നതും ദുഷ്ടനുമായ ഒരു രാജാവിൻ്റെ എക്സാമ്പിൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടാണ് ലൂസിഫറിനെ വർണ്ണിക്കുന്നത്. ഇനി ലൂസിഫറിനെ കുറിച്ച് പറയുന്ന ഓരോ ഭാഗങ്ങൾ എടുത്തോണം. എല്ലാം ഭൂമിയിൽ നിലവിലുള്ള ഓരോ രാജാക്കന്മാർ. എന്നാൽ ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ഈ പദം ബാബേൽ രാജാവിന് പോവുകയില്ല, അവനെ കൊണ്ട് വെക്കുകയില്ല. അവിടെയാണ് നാം മനസ്സിലാക്കുന്നത്, ഒരു താണവൻ്റെ മനുഷ്യന് മനസ്സിലാകുന്ന ഒരുവൻ്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഇത് വേറെ ആരണ്ടയുടെ കാര്യം പറയുക. അത് ബൈബിളിൻ്റെ എഴുത്തിൻ്റെ ശൈലിയാണ്. യെശയ്യാ പ്രവാചകൻ പുസ്തകം എഴുതുമ്പോൾ ബാബേൽ രാജാവാണ് ഏറ്റവും കഠിനനും ക്രൂരനും ഇസ്രയേലിനെതിരെ നിൽക്കുന്നവനുമായ രാജാവ്. അതുകൊണ്ട് അവനെ എക്സാമ്പിളായിട്ട് എടുത്തു.
എസെക്കിയേലിന്റെ പ്രവചനം എഴുതുമ്പോൾ, എസെക്കിയേൽ 28 ഇവരുടെ കാര്യം കിടപ്പുണ്ട്. എസെക്കിയേലിന്റെ പ്രവചനം എഴുതുമ്പോൾ സോർ രാജാവാണ് അന്നത്തെ ശക്തൻ, അന്ന് ഇസ്രായേലിനെ ഏറ്റവും ഉപദ്രവിച്ചവൻ. അതുകൊണ്ട് സോർ രാജാവിന്റെ പേരാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നീ ബാബേൽ രാജാവിനെ കുറിച്ച് പറയേണ്ടതിന്, അതുകൊണ്ടാണ് 4-ാം വാക്യം ഞാൻ കൊടുത്തത്. ബാക്കി അങ്ങോട്ട് ഒറ്റയ്ക്ക് വായിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. വായിക്കുമ്പോൾ ഇത് എന്നെ അന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് എടുത്തത്. വായിച്ചാട്ട് ഇനി 11-ാം വാക്യം, 14-11. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. എടാ മോനെ, നിന്റെ ആഡംബരം, നീ വരുന്നാൽ നീ ഭയങ്കര ലക്ഷറിയസ്, ഭയങ്കര സ്പിരിറ്റ് ഓഫ് ലക്ഷറി, അത് നിന്റെ വകയാ. നിന്റെ ആഡംബരം എങ്ങനെടേ നരകത്തിൽ പോയത്? നീ സ്വർഗത്തിന്റെ ആഡംബരം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയല്ലേ? നിന്റെ വാദ്യഘോഷം, ദ പോംപ് ഓഫ് ദ മ്യൂസിക് എന്നാണ് ഇംഗ്ലീഷിൽ. നിന്റെ വാദ്യഘോഷം, നിന്റെ വാദ്യ ഉപകരണങ്ങളുടെ ആഘോഷമുണ്ടല്ലോ, എങ്ങനെടേ നരകത്തിൽ പോയത്? നീ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയല്ലേ? ഇനി വായിച്ചാട്ടെ 12, 13, 14. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. നിന്റെ പുതപ്പ് കൃമിയായിരിക്കും. നീ ഇന്ന് പളുങ്കുകൊണ്ട് അല്ലട പൊന്നുകൊണ്ട് പുതച്ചു കിടക്കാൻ നോക്കിയില്ലേ? കൃമിയായിരിക്കും നിന്റെ പുതപ്പ്. പിന്നെ നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. നിന്റെ കീഴിലും പുഴുക്കളായിരിക്കും. നിന്റെ ആഡംബരം കഴിഞ്ഞു. പിന്നെ അരുണോദയപുത്രനായ ശുക്രൻ, അതാണ് ലൂസിഫർ. അരുണോദയപുത്രനായ ശുക്രൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ലൂസിഫർ എന്നതിന്റെ തർജ്ജിമയാണ്. ലൂസിഫർ എന്ന് ക്ലീൻ ആയിട്ട് ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷനിൽ കൊടുത്തിട്ട്, ഏ ദൗ ലൂസിഫർ, അരുണോദയപുത്രനായ ശുക്ര, ലൂസിഫറെ. വായിച്ചു. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നീ എങ്ങനെ വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ. ഇതര ദൂതന്മാരെ. ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ പെട്ടെന്ന്, കാരണം നമ്മുടെ ആത്മയുദ്ധം മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ ചെറിയ ഫണ്ടമെന്റൽ പടികളാണ്. ഞാനീ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വാസ്തവം ഒരു പിടിയും കിട്ടുന്നില്ല. അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടേ കൈയൊന്ന് കാണട്ടെ. അങ്ങനെ ആരുമില്ല. ദൈവത്തിന് സ്വതന്ത്രം. വലിയ വൈഡ് റേഞ്ചിൽ എൻ്റെ ഉദ്യമം വിജയിക്കുക. ഇവിടെ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരിക. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ. ഈ സാഹചര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ഭൂമി സൃഷ്ടിച്ചു, ലൂസിഫറിനെ അവിടെ പാർപ്പിച്ചു. അവൻ ഇവിടെ പാപം ചെയ്തു, ദൈവത്തോട് മറുതലിച്ചു. ഇവനെ ഇവിടുന്ന് മാറ്റാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ സന്ദർഭമാണ് വിശദീകരിക്കുന്നത്. അന്നത്തെ ചോദ്യമാണ് ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ. എടാ, മനുഷ്യനില്ലാത്തവൻ ജാതി എവിടെ? മനുഷ്യനില്ലാത്തപ്പോൾ ജാതി എവിടെ? ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കാതെ വന്ന ദൂതന്മാരെ വിളിച്ച പേരാ ജാതികൾ. അടുത്ത ക്ലാസ് ഞാൻ ബാക്കി വിശദീകരിച്ചോളാം. ഇപ്പോൾ ഒന്ന് തൊട്ടേക്കാം. ജാതികൾ എന്ന പേര് മനുഷ്യൻ അന്നില്ല. അന്ന് മനുഷ്യനില്ല. പിന്നെ എവിടെ ജാതികൾ? ജാതികളെന്ന് വിളിച്ചത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ അനുസരിക്കാതെ പോയ ദൂതന്മാരെയാ. കുറേയൊന്നും വില്ല് അനുസരിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. ഈ കോസ്റ്റ് ദ പെർഫെക്റ്റ് വിൽ, പെർഫെക്റ്റ് അതുള്ളവരെ മതി ദൈവത്തിന്. അങ്ങനെ കുറെ പേർ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിന് വിരോധമായി. അവരെ എല്ലാം കൂടെ ചേർത്ത് വിളിച്ചതാണ് ജാതികൾ. മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്തും ഭൂമിയിലെല്ലാം ഒരേ ഭാഷ, ഒരേ ജാതി, ഒരേ ജനം, മനുഷ്യൻ, വേറൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നിമ്രോദിന്റെ കാലമായതോടെ, നായാട്ടുവീരനായ നിമ്രോദ്, വാറിംഗ് മാൻ, വാറിംഗ് നേച്ചർ ആരുടെയാന്ന് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? റെപ്റ്റലൈൻ ഗോഡസസ്. അവരുടെ നേച്ചറാണ് വാറിംഗ്. അതാണ് നിമ്രോദിന് കിട്ടിയത്. അവൻ ആ വർഗത്തിൽ നിന്ന് വന്നതാ. നിമ്രോദിന് കിട്ടിയത് അതാണ്. അവന്റെ കാലമായപ്പോൾ അവനൊരു ഗോപുരം പണിത് കിളത്തിയിട്ട് വ്യത്യസ്ത വീണുപോയ ദൂതന്മാരുടെ ചിഹ്നങ്ങൾ, കീപ്പിംഗ് സൈൻ, അവരുടെ അജണ്ടയിൽ ഒന്നാണ്. പൈശാചിക അജണ്ടയിൽ ഒന്നാണ് അവന്റെ സൈൻ ആളുകൾക്ക് കൊടുക്കുക. ആ വീണുപോയ ദൂതന്മാരുടെ ചിഹ്നങ്ങൾ ഗോപുരത്തിന്റെ മുകളിൽ വെക്കുവാൻ ശ്രമിച്ചു. വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്ന, അറിയാമോ? ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ, വ്യത്യസ്ത ദൂതന്മാർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ദൈവം ഭാഷ പിണക്കി എന്ന് പറഞ്ഞപ്പം വേറൊന്നും കൂടെ ചെയ്തു. ഒരു ദൂതന്റെ ചിഹ്നം ഉണ്ടാക്കി. എന്തെങ്കിലും ഈ എയർ കണ്ടീഷന്റെ ചിഹ്നം, ഈ എയർ കണ്ടീഷൻ ഇതാണ് ഒരു ദൂതന്റെ ചിഹ്നമെന്നിരിക്കട്ടെ. ഇത് ആ ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി വെക്കാൻ തീരുമാനിച്ചു. ഡ്രം വേറൊരു ദൂതന്റെ ചിഹ്നമാണെന്നിരിക്കട്ടെ. ആണെന്നല്ലേ ഞാൻ പറഞ്ഞേ? ആണെന്നിരിക്കട്ടെ. ഡ്രമ്മിന്റെ രൂപവും ഇതിന്റെ മണ്ടക്കിരിപ്പുണ്ട്. ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ഡ്രമ്മിന്റെ ദൈവത്തോട് ഇഷ്ടമുള്ള അവന്മാർ ഡ്രമ്മിന്റെ ഭാഷ സംസാരിച്ചു. ഇതിന്റെ എയർ കണ്ടീഷന്റെ ദൂതനോട് ഇഷ്ടമുള്ളവർ, ആ ചിഹ്നവും കൊണ്ട് വന്നവർ അവന്റെ ഭാഷ സംസാരിച്ചു. ഇങ്ങനെ വീണുപോയ ദൂതന്മാരെ ജാതികളെന്ന് വിളിക്കുകയും ബാബേൽ കോട്ട വരെ ഭൂമിയിൽ മനുഷ്യൻ ഒന്നിച്ചിരുന്നവരെ
ഭാഷ പിണക്കി ജാതികളോടുകൂടെ വിടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നീ ഏത് ദേവന്റെ ഭാഷയും കൊണ്ട് ചിഹ്നവും കൊണ്ട് വന്നോ, നീ അവന്റെ വകയായി പോവും. അവിടെയാണ് ഭാഷ പിണങ്ങുന്നത്, ഭൂമി പിരിയുന്നത്, ജാതികളായി പിരിയുന്നത്. യെശയ്യാവിൽ തിരിച്ചു വരികയാണ്, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, ഇതര ദൂതന്മാരെ നീ നിനക്ക് പിടിച്ച് കീഴ്പ്പെടുത്തി. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, റപ്റ്റൈൽ വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാരുടെ അല്ലെങ്കിൽ ഏലിയൻസിന്റെ അടിമകളാക്കി അവർ ഗ്രേസിനെ പിടിച്ചു. ഇന്നും ഗ്രേകളാണ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്, ഇവിടുത്തെ താണയാത്മാവ്. ഒരു വാചകം കൂടെ കയറ്റിത്തൊടുകയാണ്, ഒരു ലിങ്ക് കിട്ടിയെങ്കിൽ മാത്രമേ അടുത്തതിന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അന്ന് മനുഷ്യ സ്ത്രീകളെ ദൈവദൂതന്മാർ വിവാഹം കഴിച്ചു. ഈ ഗ്രേസാണ് ഇന്നും മനുഷ്യ സ്ത്രീകളെ ലൈംഗിക ഉദ്ദേശത്തിന് വേണ്ടി, പല ഉദ്ദേശങ്ങളുണ്ട്, ഇന്നും പിടിച്ചുകൊണ്ടുപോകുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. അവരെ കൊണ്ട് ഇത് സാധിപ്പിച്ചു. ബോംബെയുടെ തെരുവിലൊന്ന് അന്വേഷിച്ചു. പെൺകുട്ടികളെ വിലയ്ക്ക് വാങ്ങുന്നവൻ അവന് വേണ്ടി അല്ല, വേറൊരുത്തിന് വിൽക്കാൻ വേണ്ടിയാ. ഞാൻ പ്രായോഗിക ലോകം കൂടെ തൊഴുക ചേർന്ന്. എന്തിന് ബോംബെ പോകുന്നു? ബാംഗ്ലൂരിലോ? അവന് വേണ്ടിയല്ല, വേറൊരുവിന് വേണ്ടിയാ. എന്നെ മോസ്റ്റ് മോഡേൺ ആക്കി മാറ്റാൻ നോക്കുന്നവൻ അവന് വേണ്ടിയാണോ? അല്ല, വേറൊരു ശാത്താന് വേണ്ടിയാ. ഞാനും ഈ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ? അല്ല, ദൈവത്തിന് വേണ്ടിയാ. നാം ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പണ്ട് തമിഴിൽ ഒരാൾ ഒരു പാട്ട് പാടിയതായിരുന്നു. എല്ലാവർക്കും പൈത്യമാണ്, എല്ലാവർക്കും പൈത്യം. ഒരുത്തന് മണ്ണാശ പൈത്യം, പിന്നെ ഒരുത്തന് പൊന്നാശ പൈത്യം. എനിക്കും പൈത്യമാണ്, എനിക്ക് ദൈവത്തിൻ്റെ പൈത്യമാണ്. നിന്റെ പൈത്യം ആർക്ക് വേണ്ടിയാണെന്ന്? എല്ലാവർക്കും ഭ്രാന്ത. ചിലർക്ക് മണ്ണിനോടുള്ള ഭ്രാന്ത്, ചിലർക്ക് പൊന്നിനോടുള്ള ഭ്രാന്ത്, എനിക്ക് ദൈവത്തോടുള്ള ഭ്രാന്ത്. എനിക്കും ഭ്രാന്ത, പക്ഷെ നിനക്കും ഭ്രാന്തനാ. നിന്റെ ഭ്രാന്ത് എന്തിനോടാ? ഒന്നും അവരവർക്ക് വേണ്ടിയല്ല, വേറൊരുവിന് വേണ്ടി. ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയോ അതോ ഒരു പിശാചിന് വേണ്ടിയോ? ജാതികളെ കീഴ്പ്പെടുത്തിയവനെ വായിച്ചോതാവട്ടെ. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അത് വേറൊരു ചാപ്റ്ററാ. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്നരുളും. ഇന്ന് എടുക്കാൻ ഒക്കത്തില്ല. മുമ്പേ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ രൂപം കണ്ടപ്പോൾ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് കണ്ടായിരുന്നു ആരേലും? അപ്പോട്ടെ, ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഒത്തിരിയും കൂടെ സയന്റിഫിക്കല. അതിന് വേറൊരു ദിവസം ഒത്താൽ എന്നേലും ഒത്താൽ നോക്കാം. ഓക്കെ, ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ കയറും, അവിടെയാണ് ദൈവത്തിന്റെ സ്വർഗം എന്ന് അവൻ ഹൃദയത്തിൽ പറഞ്ഞു. ആകയാൽ ദൈവം അവനെ വെട്ടിയിട്ടു. അവനെ തന്നെയല്ല, അവനോട് കൂടെ ചേർന്ന് ദൂതന്മാരെ കൂടെ ദൈവം വെട്ടി. അവരെ വെട്ടിയിട്ട് എങ്ങോട്ടാ കളഞ്ഞത്? തിരിച്ച് ഭൂമിക്ക് വിടത്തില്ല. കാര്യം ഭൂമിയെ ദൈവത്തിന് വേണം. ഭൂമിയെ ദൈവത്തിന് വേണം. ഭൂമിയെ ഇനി ഇവന് കൊടുക്കത്തില്ല. അത് അവൻ്റെ നീ തിരിച്ചെടുത്തു. പകരം അവനെ എങ്ങോട്ട് വിടും? അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. അന്നു മുതൽ പ്രിൻസ് ഓഫ് ദ എയർ, ആകാശത്തിന്റെ അധിപതി എന്ന് ഈ പിശാചിന് പേരായി. ഹി ഡിസൈഡഡ് ടു വാർ വിത്ത് ഗോഡ്. ദൈവത്തോട് അവൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ദൈവം അവനെ ഇവിടുന്ന് തള്ളിക്കളഞ്ഞു. ലൂസിഫർ ആഗ്രഹിച്ചത് ഇവിടെയാണ്. ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്നരുളും. ഇപ്പോഴീ ട്രയാങ്കിളിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നറിയാൻ വയ്യ, കിട്ടിക്കാണത്തില്ല. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്റെ മേൽ വിരിക്കുന്നു. റിവേഴ്സ് തിങ്. ഓക്കെ, പോട്ടെ. ഈ ഒരു പടം ഇന്ത്യയിലെ ദേവന്മാരെല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചതാണ്. ആരുടെ മോന്തായം കാണണ്ട, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ്. ഒത്തിരി പുള്ളികളുടെ മണ്ടയ്ക്ക് ഞാൻ കയറിയിരിക്കും, ഒത്തിരി എണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കും. ഇതാണ് ഇവൻ്റെ പിടിവാശി. അതിനോടാണ് എനിക്ക് യുദ്ധമുള്ളത്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. ഓക്കെ, ഗോഡ് ഡിസ്മിസ് ദം ഫ്രം ദ പൊസിഷൻ. ദൈവം ഇവരെ അവർക്ക് കൊടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. അവനിന്ന് നിങ്ങളുടെ മേൽ അധികാരമില്ല, അവനിന്ന് ഭൂമിയുടെ മേൽ അധികാരമില്ല. വോളണ്ടിയറായി ഞാൻ കൊണ്ട് അധികാരം കൊടുത്തെങ്കിലേ ഉള്ളൂ. അവൻ്റെ അധികാരം എൻ്റെ മേൽ വരണമെങ്കിൽ അവൻ്റെ വസ്തു എന്തേലും എൻ്റെ കാണണം. അതെങ്ങനെയാണ് ഞാൻ വർണ്ണിക്കേണ്ടത്? രാജസ്ഥാനിൽ വെച്ചൊരിക്കൽ ഞങ്ങളൊരു 2-3 പേര് കൂടി പോയി കുറച്ച് മീൻ പിടിച്ചു. അവിടെ മീനൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു. കിട്ടും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. അന്ന് ഞങ്ങൾ പോയെടുത്ത് കിട്ടാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾ പോയി മീൻ പിടിച്ചു. മീൻ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 2 പട്ടികൾ ഞങ്ങളുടെ പുറകെ. അതിന് വേണ്ടത് മീനാ, പക്ഷെ കടിക്കുന്നത് മീനെയല്ല, ഞങ്ങളെയാ. എൻ്റെ കൂടെ വന്ന പുള്ളി പറഞ്ഞ് എടുത്തെറിഞ്ഞേക്കിടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ മീൻ എടുത്തെറിഞ്ഞ്. അല്ല, എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ എന്നെ ചെയ്യാനാ? ഞാനന്ന് കല്യാണം കഴിച്ചിട്ടില്ല. കൊണ്ടുവന്ന കൈ നാറുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ ഉള്ളിടത്ത് കൊണ്ട് കൊടുത്ത് നിങ്ങൾ എടുത്തോളം പറയാനേ ഒക്കെയുള്ളൂ. മീൻ പിടിക്കുന്നതിൻ്റെ രസത്തിൽ പോയതാ.
അപ്പോൾ പെണ്ണുങ്ങളുള്ളിടത്ത് വരെ കൊണ്ടുവരാൻ പറ്റിയില്ല, പട്ടിയുള്ളിടത്ത് ഇട്ടേച്ച് പോരുന്നു. ഈ മീൻ കയ്യിൽ ഇരിക്കുന്നിടത്തോളം പട്ടി വിടുകയില്ല. പട്ടി ഇതിൻ്റെ പുറകെ വരും. ഇത് അവൻ്റെ വകയാ. അവിടുത്തെ സാധാരണക്കാരന് ഇത് വേണ്ട, ഇത് അവൻ്റെ വകയാ. കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മ കൊടുക്കുന്ന നെയ്യപ്പം തിന്നുകൊണ്ട് മിറ്റത്തോട്ടിറങ്ങുമ്പോൾ അമ്മ പറയും, കുഞ്ഞെ മിറ്റത്തോട്ടിറങ്ങരുത്, പരുന്ത് വരും, നിന്റെ നെയ്യപ്പം കൊണ്ടുപോകും, അതിൻ്റെ നാഹം കൊണ്ട് നിന്റെ കണ്ണും പോവും. നെയ്യപ്പം ഇല്ലാതെ ഇറങ്ങിയാൽ ഒരു പെശകുമില്ല. എൻ്റെ കയ്യിൽ ഒരു നെയ്യപ്പം തന്നു വിട്ടാൽ പരുന്തിനറിയാം എൻ്റെ വകയാ. സാത്താൻ അവൻ്റെ സംസ്കാരം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കും. എൻ്റെ മേൽ അവൻ അധികാരമില്ല, സംസ്കാരം അടിച്ചേൽപ്പിക്കുന്ന വിഭാഗത്തെയാണ് മുമ്പേ നമ്മൾ കണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഏതായിരുന്നു മൂന്നാമത്തെ പുള്ളി? ടോൾ വൈറ്റ്. സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നവനാണ്. പൈശാചിക സംസ്കാരം മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതിന് വേണ്ടി പിശാചിനാൽ നിയമിക്കപ്പെട്ടവരിൽ ഒന്നാണ് ടോൾ വൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ, 3-4 വർഗത്തെ പിടികിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് വിവരങ്ങളുണ്ട്. പാസ്റ്റർ എന്നാ വെച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനുള്ള തെളിവ് എവിടാണെന്നോ? ഈ ബോംബുണ്ടാക്കാൻ കണ്ടുപിടിച്ചാര്? ഭൂമിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ, ഹിറ്റ്ലർ മുതലായി അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇവൻ്റെ ഏജന്റ് ആയിരുന്നുവെന്ന ഔദ്യോഗിക രേഖകൾ ഇന്ന് പറന്നു നടക്കുക. അവരാണ് വൻകിട ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത്, അവരാണ് വൻകിട അധികാരങ്ങൾ എടുത്തത്. ഈ സംസ്കാരം പരത്തുവാൻ അവരെ കൊണ്ട് കഴിയുന്നത് ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ ഒക്കത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. പ്രപഞ്ചത്തെ, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. ലൂസിഫറിനെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. ലൂസിഫർ ഇവിടെയും പാപം ചെയ്തതിനാൽ അവൻ താമസിച്ചതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടു. അവനെ ദൈവം ഭൂമിയിൽ നിന്നും പുറത്താക്കുകയും പകരം ഭൂമിയെ തിരികെ പിടിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കോപത്തിൽ ഈ ഭൂമിയെ കൂടെ ദൈവം നശിപ്പിച്ചു. ഇതിനെ തകിടം മറിച്ചു. ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതൊക്കെ ശാസ്ത്രീയ വിശദീകരണമാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു തമാശയുള്ള കാര്യം പലയിടത്ത് പറഞ്ഞത് ഒന്നുകൂടെ പറയാം. 2011 നവംബറിലാണെന്ന് തോന്നുന്നു ആദ്യം, അല്ലെ 2012 നവംബറിൽ, ഐദർ ഇൻ 11 ഓർ ഇൻ 12. 2011 2012 നവംബറിലാണ് ആദ്യമായി ഞാൻ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഇന്നത്തെ ആഴത്തിലെത്തിയത്. ഇപ്പോഴാണ്, ഇന്ന് രാവിലെയാണ് ഇത്രയും പോയത്. ഇന്നലെ വരെ എനിക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത്രയും കയറിയത്. ഇങ്ങനെ ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്യാം. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ് മോഡൽ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് 2011 ഓർ 12 നവംബർ മാസത്തിലാണ്. അന്ന് മെസ്സേജും കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയെന്നെ നമ്മുടെ ചർച്ചിലുള്ള 11 വയസ്സുള്ള ഒരു കൊച്ചൻ എൻ്റെ എടുക്കുമെന്ന്. ആരാന്നൊന്നും ഞാൻ പറയത്തില്ല. 11 വയസ്സുള്ള ഒരു കൊച്ചൻ എൻ്റെ എടുക്കുമെന്ന്. അന്നേച്ചൻ എന്നോട് ചോദിച്ചു, ഓക്കെ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതെല്ലാം കേട്ടു, ചന്ദ്രനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാമോ? അവന് മൂണിനോടാണ് ഏറ്റവും ഇഷ്ടം. മൂൺ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, മോനെ ദൈവം ഉണ്ടാക്കി. അവൻ്റെ അടുത്ത പദം, ഐദർ ബൈ ബിഗ് ബാങ് ഓർ ബൈ ഗോഡ്. ഒന്നീ ദൈവം ഉണ്ടാക്കി, അല്ലേ ബിഗ് ബാങ് കൊണ്ടുണ്ടായി. അതൊന്നും അല്ല എനിക്ക് വിഷയം. എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയണം ചന്ദ്രനെ. അപ്പോൾ എനിക്കെന്നെ അറിയാമായിരുന്നേ ഞാൻ ഒരു ചന്ദ്രനെ കൂടെ ഉണ്ടാക്കിയേനെ. എനിക്കറിയാൻ വയ്യ. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നവനോട് ചോദിക്കണം, കുറഞ്ഞ പക്ഷേ ഒരു ഉറുമ്പിനെയോ കൊതുകിനെയോ ഉണ്ടാക്കി തരാമടാ. എല്ലാം അറിയാവുന്നവൻ. നമുക്കാർക്കും ഒന്നും അറിയാൻ വയ്യ. എങ്ങാണ്ട് ആരാണ്ട് പറയുന്നത് കേട്ട് ഞാൻ പറയുന്ന പോലെ പറയുക. നമുക്കാർക്കും ഒന്നും അറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. എനിക്ക് ഭയങ്കര അറിവാന്ന് പറയുന്നതിനോട് ചോദിക്കണം, ഒരു ഉറുമ്പിനെയോ ഒരു കൊതുകിനെയോ ഉണ്ടാക്കി കാണിക്കാമോ? നിനക്ക് അറിയാമെങ്കിൽ. ഒന്നും അറിയാൻ വയ്യ. വല്ലതും കേട്ടതൊക്കെ നമ്മൾ പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. അതിക്കവും നമുക്കാർക്കും ഒന്നും ഇല്ല. ഞാൻ മുന്നോട്ട് വരട്ടെ. ഈ കൊച്ചൻ എന്നോട് പറഞ്ഞു, പണ്ട് ദൈവം അല്ലെങ്കിൽ ബിഗ് ബാങ്, പണ്ട് സൃഷ്ടി നടന്നപ്പോൾ സൂര്യന് ചുറ്റും 20 ഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഭൂമിക്ക് അടിസ്ഥാനമുള്ളായിരുന്നു. എങ്ങനെയോ ഒരു ഇക്വിലിബ്രിയം ചേഞ്ച് നടന്നു. ഒരിക്കൽ തമ്മിലുള്ള ആകർഷണത്തിലെല്ലാം അതാത് സ്ഥലത്ത് നിൽക്കുന്നത്, എ ഫ്രെയിം അറ്റ് എവരിതിങ്, എല്ലാത്തിനെയും അതാതിൻ്റെ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത്, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിച്ചിരിക്കുന്ന ആ ഇക്വിലിബ്രിയത്തിന് എങ്ങനെയോ ഒരു പെശകു വന്നു. അന്ന് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഭൂമിക്ക് മാത്രം അടിസ്ഥാനമുണ്ട്. ഞാൻ ഭൂമിയുടെ 7 ലെയർ അടിസ്ഥാനം മുമ്പേ കാണിച്ചായിരുന്നു. ഭൂമിക്ക് മാത്രം അടിസ്ഥാനമുണ്ട്, മറ്റ് ഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമില്ല. അടിസ്ഥാനമില്ലാത്ത ഗ്രഹങ്ങൾ വന്ന് ഭൂമിയെ ഇടിച്ചതോടെ അതുങ്ങൾ പൊടിഞ്ഞുപോയി. പൊടിഞ്ഞ ഭൂമി, പൊടിഞ്ഞ ഗ്രഹങ്ങൾ സ്പേസ് വേസ്റ്റായി മാറ്റപ്പെട്ടു. പക്ഷേ ആ ഗ്രഹങ്ങൾക്കകത്തുണ്ടായിരുന്ന തീരെ പൊടിയാത്ത വലിപ്പമുണ്ടായിരുന്ന 3 കഷണങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ ചന്ദ്രൻ. അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയാൽ 2-3 നിറം.
അത് ഒരു ഗോളത്തിൻ്റെ ഭാഗമല്ല, 3 ഗോളത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതുപോലെ 4 ചന്ദ്രനെയാണ് മാഴ്സിന് കിട്ടിയത്. എൻ്റെ ആകവാൾ വിട്ട് ഞാൻ ചോദിച്ചു, എടാ മോനെ നിനക്കിത് ആര് പറഞ്ഞു തന്നടാ? ഞാൻ റിട്ടയർഡ് ജൂനിയർ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുക. ഈ 11കാരൻ ഇതാര് പറഞ്ഞു കൊടുത്തിട്ട്? അവൻ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ ഒരു സയൻറ്റിഫിക് സിമ്പോസിയം നടന്നു, ഒരു ശാസ്ത്രജ്ഞൻ അവിടെ വന്ന പുള്ളി പറഞ്ഞതാ. അവൻ പറഞ്ഞത് അതുപോലെ സത്യമായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ 2 ആഴ്ച മെനക്കെടേണ്ടി വന്നു. എത്ര പുസ്തകം തപ്പിയെന്നറിയാവും. അവൻ പറഞ്ഞു അതുപോലെ സത്യമാണ്, മുഴുവൻ സത്യമാണ്, പക്ഷെ എനിക്കത് കണ്ടുപിടിക്കാൻ 2 ആഴ്ച വേണ്ടി വന്നു. പണ്ട് നമ്മുടെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഭൂമി പൊട്ടി അതേന്ന് തെറിച്ചതാ ചന്ദ്രനെന്ന്. പക്ഷെ ഇപ്പോഴാണ് ചന്ദ്രനിൽ പോയേച്ചൊക്കെ വന്നപ്പോഴാണ് പിടി കിട്ടുന്ന ചന്ദ്രനിൽ കാണുന്ന മണ്ണ് ഭൂമിയേക്കാൾ പഴക്കമുള്ളതാണെന്ന്. ഭൂമിക്ക് 4.5 ബില്യൺ വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. 5 and 7 ബില്യൺ വർഷം പഴക്കമുള്ള മണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്നെ കളിയാ? ഇത് ഭൂമി പൊട്ടിയതല്ല, ഭൂമിയെ ഇടിച്ച പഴയ അപ്പച്ചന്മാർ പൊട്ടിയതാ. അവരുടെ 3 കഷണങ്ങൾ മിച്ചം വന്ന. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്നതല്ലേ? ഈ ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ഇതിൻ്റെ കോസ്മോസ് ഒന്ന് മാറ്റണം. അതിനുവേണ്ടി സൃഷ്ടിയുടെ സമയത്ത് തന്നെ ഇതിനൊരു അടിസ്ഥാനമിട്ട് ഇതിനെ സൃഷ്ടിച്ചു വിട്ടു. ദൈവം ഇതിൻ്റെ കോസ്മോസ് മാറ്റുകയും ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും, തമ്പുരാൻ ചെയ്ത ചെറിയ തോതൊന്നുമല്ല, ഗ്രഹങ്ങൾ തമ്മിൽ വന്ന് കൂട്ടിയിടിക്കുകയും മിച്ചം കിട്ടിയ ഭൂമി കേടില്ലാതെ വന്നു. പക്ഷേ ഇടി കൊണ്ട് ഇത് തെറിച്ച് ഈ ഭൂമി ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് മാറി. യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 23 മുതൽ 27 വരെ, യോബിൻ്റെ പുസ്തകം 9-ന്റെ 4 മുതൽ 7 വരെ, സങ്കീർത്തനങ്ങൾ 18-ന്റെ 7, 8, 13 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 104-ന്റെ 1 മുതൽ 8 വരെ ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു, അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ കോപിച്ചു. ഇടിമിന്നലും ഹിമവും അവങ്കിൽ നിന്ന് പൊഴിഞ്ഞു. ഇടിമിന്നലിൻ്റെ തീയും ഐസും ഒന്നിച്ചവങ്കിൽ നിന്ന് തെറിച്ചു. അവൻ കാറ്റുകളെ വാഹനമാക്കി പറന്നു, അവൻ കെരൂബുകളുടെ ചിറകിൻ്റെ മേലിരുന്ന് പറപ്പിച്ചു. ഭൂമി ഞെട്ടി വിറച്ചു. അവൻ ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്ത് അതിനുവേണ്ടി മുൻ നിയമിച്ച സ്ഥലത്തേക്ക് മാറ്റി. ഇടി കൊണ്ട് തകർന്ന് ഭൂമി തെറിച്ചു. ഈ നക്ഷത്രമണ്ഡലത്തിൻ്റെ വെളിയിൽ അവൻ എവിടെയോ പോയി ഒളിച്ചു. അങ്ങനെ ഈ ചൂടും വെളിച്ചവുമില്ലാതെ ഫോർ എ ബില്യൺ ഇയേഴ്സ്, നാസയുടെ കണക്കനുസരിച്ച് 100 കോടിയോളം വർഷങ്ങൾ ഭൂമി എവിടെയോ ചുറ്റിത്തിരിഞ്ഞു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. അതിനുശേഷം ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം തീരുമാനിച്ചു. 6 ദിവസങ്ങൾ കൊണ്ട്. അതിൽ ഒരു ദിവസത്തിന് എത്ര മണിക്കൂറുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം സൂര്യൻ്റെ ദിവസങ്ങളാകാം, വഴിയില്ല, അതിന് വെളിയിലാകാം. സൂര്യൻ ഉണ്ടാകുന്നത് 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂര്യനെ കാണുന്ന 4-ാം ദിവസമാണ്. അതിന് മുമ്പുള്ള 3 ദിവസങ്ങൾ സൂര്യൻ്റെ ചുറ്റും അല്ല അങ്ങേര് കറങ്ങിയത്, എവിടെയൊക്കെയോ പോയേച്ച് ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ കോസ്മോസ് അന്തരീക്ഷ സ്ഥിതി അങ്ങ് മാറ്റി. ഇനിയത്തേത് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ എടുക്കാൻ പോവാം. 12 മുതൽ 1:30 വരെ 1.5 മണിക്കൂർ ഞാൻ എടുത്തു. ഇനിയത്തേത് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ പോകാൻ പോവാം. മറിക്കല്ലേ, പിക്ചർ അവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് ഉറപ്പുള്ളവരുടെ ഒരു കൈ ഒന്ന് കാണിക്കാവും. അത് എനിക്ക് തന്ന കൃപയാത് എല്ലാവർക്കും മനസ്സിലാകുന്നവരെ പറയാം. കാര്യമായി കൈ താത്തിട്ടാട്ടെ. പ്രസംഗകരോട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകാനാണ്. ആ കാര്യം ഓർത്തിരിക്കണം. ഞാൻ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചു, ശകല നേരം ഇങ്ങനെ പിടിച്ചു, പിന്നെ ഇങ്ങനെ പിടിച്ചു, നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. നിങ്ങളുടെ 2 മണിക്കൂർ കൊന്ന് ഞാൻ കൈ തരും. ഇതിൽ കവിഞ്ഞ ആർക്കും ഒന്നും കിട്ടുകയില്ല. മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജ്, അതേസമയം പുൾപിറ്റ് ലാംഗ്വേജ്, മനസ്സിലാകുന്ന സൗണ്ട്, മനസ്സിലാകുന്ന എക്സ്പ്രഷൻസ്, ഇതെല്ലാം കൂടെ ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നവർ നാളെ എല്ലാവരും പ്രസംഗിക്കാൻ എഴുന്നേൽക്കണം. ആ കാര്യം ഓർത്തോണം. 2, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ തീം എന്താണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. എൻ്റെ തീം എന്തോ, ഞാൻ പറയാൻ പോകുന്ന ആശയം എന്നതാണ് ഉറപ്പുവരുത്തണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാര്യമേ പറയാവൂ. വേറൊന്നും പറഞ്ഞിട്ട് കാര്യം. ഞാൻ ഇന്നലെ ചന്തയിൽ പോയ കാര്യം പറഞ്ഞിട്ട് കൊള്ളാവുന്ന ഉദാഹരണമാണ്, ഉപയോഗിക്കാം. അല്ല, ഇവിടെ ആർക്കും അറിയണ്ട ഞാൻ ഇന്നലെ എന്നാ വാങ്ങിച്ചത്. ആ ലിസ്റ്റ് നിരത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പ്രയോജനമുള്ളത് തന്നെ പറയാൻ കർത്താവ് എനിക്ക് കൃപ തരണം. ഇത് മനസ്സിലായെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കങ്ങ് തന്നെത്താൻ അഹങ്കാരം തോന്നുന്നു. ഭയങ്കര സീനിയർ ലെവലാണ് ഞാൻ എടുത്തത്. നമുക്ക് മനസ്സിലാകുന്ന അത്രയും മനസ്സിലായെങ്കിൽ സ്തോത്രം. എനിക്കറിയാമായിരുന്നു എന്ത് പഠിപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനനുസരിച്ച് എത്ര മണിക്കൂറുകൾ മെനക്കെട്ടാണെന്നറിയാമോ ഈ പിക്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. എത്ര പേരെന്നെ ഹെൽപ്പ് ചെയ്തേ കൊണ്ടാണെന്നറിയാമോ? അല്ലേ ഒന്നും നടക്കുകയില്ല. ഓക്കെ,
ഇനി ഇതിന് അടുത്തടുത്തോട്ട് കയറാൻ പോവുക. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ പോവുകയാണ്. പക്ഷേ ആത്മയുദ്ധത്തിന് വേണ്ടി നമ്മളെ ഒന്ന് തയ്യാറാക്കാൻ അടുത്ത ഒരു അരമണിക്കൂറിൽ ഒരു 20 മിനിറ്റ് ഞാൻ തയ്യാറാക്കുന്ന പരിപാടിയിലേക്ക് പോകും. ബൈബിളിൽ നിന്ന് തന്നെ അടുത്ത 10 മിനിറ്റ് സാത്താൻ്റെ തലയ്ക്ക് 2 ചവിട്ടും. അങ്ങനെയാണെങ്കിൽ രാവിലത്തെ ക്ലാസ് വിജയിക്കും. ദൈവം തീരുമാനിച്ചു, ഈ ഭൂമിയെ എനിക്ക് വേണം, ഇതിനെ ഞാൻ കളയത്തില്ല. ഇതിനെ പിടിക്കാൻ വേണ്ടി ലൂസിഫർ നോക്കി. അവന് വേണ്ടത് ഇത് തന്നെയല്ല, മുഴുപ്രപഞ്ചവും ചേർന്ന്, മുമ്പിലത്തെ നമ്മുടെ ട്രയാങ്കിൾ ഓർമ്മയുണ്ടല്ലോ, ത്രികോണം, ഇതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് സാത്താൻ ഇരുന്ന് ഭരിക്കണം. ഭൂമി അതിൻ്റെ ഒരു ഘടകമായിരിക്കണം. ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാണ്? ദൈവത്തിൻ്റെ പ്ലാന് ദൈവം ഇതിൻ്റെ മുകളിലിരുന്ന് ഭരിക്കണം, ഭൂമി അതിൻ്റെ ഒരു ഘടകമായിരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയെ തെറിപ്പിച്ച് കളഞ്ഞ് ഏറ്റെടുക്കാനാണ് സാത്താൻ വന്നത്. സാത്താൻ്റെ പ്രവൃത്തിയെ അഴിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപുത്രൻ പ്രത്യക്ഷനായിട്ട് 2000 വർഷമേ ഉള്ളൂ, 2000 കൊല്ലമേ ഉള്ളൂ. ഇതൊക്കെ പറയുന്ന അങ്ങ് പഴയ കഥയാണ്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് 2000 വർഷമേ ആയുള്ളൂ. സാത്താൻ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യം ചെയ്തു. സകലതും അവന് കാൽക്കീഴായിരിക്കേണ്ടതായിരുന്നു, പക്ഷെ അല്ല, മാറി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നെങ്കിലും തിരിച്ചു പിടിച്ചില്ല. തിരിച്ചു പിടിക്കാൻ വരുന്ന ഒരു വരവ് ഇനിയുമുണ്ട്. മടങ്ങി വരവിൽ താൻ ഇതിനെ തിരിച്ചു പിടിക്കും. ഇതിനിടയ്ക്ക് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തോളാൻ ദൈവം നമുക്കൊരവസരം തന്നതാണ്. ഈ അവസരത്തിൻ്റെ അതോറിറ്റി എന്ത്, തിരുവചനത്തിൻ്റെ തെളിവെന്തെന്നാണ് വേറൊരു വാക്കിൽ ഇപ്പം ഇനി ഞാൻ ചിത്രീകരിക്കാൻ പോകുന്നത്. ഇന്ന് വരുന്നു, ചൊവ്വയും ബുധനും പാസ്റ്റർ ഫിന്നിസ് സ്റ്റീഫനായിരിക്കും, വ്യാഴാഴ്ച രാവിലെ കർത്താവ് അനുവദിച്ച ഞാനായിരിക്കും. ഇതിൻ്റെ കണ്ടിന്യൂറ്റി അവിടുന്ന് ഉണ്ടായിരിക്കും. ഈ ഭൂമിയെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിച്ചതിനാൽ 100 കോടി വർഷം കൊണ്ട് ദൈവം ഇതിൻ്റെ കോസ്മോസ് അങ്ങ് മാറ്റി. ഇതിൻ്റെ ദിനാന്തരീക്ഷ സ്ഥിതി അങ്ങ് മാറ്റി. ലൂസിഫറിനോ ദൂതന്മാർക്കോ ആത്മാവിനോ ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഒരു സ്ഥിതി ഇതിനകത്തുണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എൻ്റെ റൂമിനകത്ത് കൊതുക് കയറിയാൽ കൊതുക് ഇനി വരാതിരിക്കാൻ വേണ്ടി പുക കൊണ്ട് എൻ്റെ മുറി നിറച്ചാൽ മതി. അതിൻ്റെ കോസ്മോസ്, അതിനകത്തെ ഫർണിച്ചറിന് കേടില്ല, ആളുകൾക്ക് കേടില്ല, വെച്ചിരിക്കുന്ന വസ്തുക്കൾ സ്ഥലം മാറത്തിൽ ഒന്നുമില്ല. കൊതുകിന് മാത്രം പറ്റുകയില്ല, കാര്യം കൊതുകിന് കൊള്ളുകയില്ലാത്ത ഒരു എൻവയർമെൻ്റ് ഉണ്ടാക്കി. ഇതുപോലെ ഇതിൻ്റെ ദിനാന്തരീക്ഷ സ്ഥിതി അങ്ങ് മാറ്റി. ഒരാത്മാവിന് ഇതിനകത്ത് വന്ന് കൊള്ളുകയില്ലാത്ത ഒരു അന്തരീക്ഷ സ്ഥിതിയിലേക്ക് ഇതിനെ മാറ്റി. അങ്ങനെ മാറ്റിയ ശേഷം അതിൻ്റെ കാലക്കണക്കും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. 13.7 ബില്യൺ ഇയേഴ്സ് ബാക്ക് ഇത് ഉണ്ടാക്കി. 9.2 ബില്യൺ ഇയേഴ്സ് ലൂസിഫർ സ്വർഗത്തിൽ പാർത്തിരുന്നു. ലൂസിഫർ അതിനുശേഷം സ്വർഗത്തിൽ വെച്ച് പാപം ചെയ്തു. 9.5 ബില്യൺ ഇയേഴ്സ് ബാക്ക് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ലൂസിഫർ ഭൂമിയിലായിരുന്നു. 3.5 ബില്യൺ വർഷം അവൻ ഇവിടെ പാർത്തു. അതിൻ്റെ തെളിവുകൾ നമ്മൾ എടുത്തു. അതിനുശേഷം അവൻ ഇവിടെ പാപം ചെയ്തു. അവൻ ഇവിടെ പാപം ചെയ്തതോടെ ദൈവം അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് മൂടി ഒരു 1 ബില്യൺ ഇയേഴ്സ് 100 കോടി വർഷം അതിനെ പാഴും ശൂന്യവുമാക്കി മാറ്റിയിടുകയും ചെയ്തു. എന്നിട്ട് ഭൂമിയെ തിരിച്ചു വിളിച്ചു. ആ തിരിച്ചു വിളിച്ചതിനെയാണ് 0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ മുതൽ മുന്നോട്ടാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒന്ന്, ദൈവം ഭൂമിയുടെ കോസ്മോസ് മാറ്റി. ഇനി ലൂസിഫർ അല്ലെങ്കിൽ ഒരു സാത്താന്യ ശക്തി, ഒരാത്മാവ് ഇവിടെ പാർക്കരുത്. 2, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെക്കൊണ്ട് ഇവിടെ 6 ദിവസത്തെ സൃഷ്ടിയുടെ പുനരുത്ഥാനം നടന്നു. ആദം ഹവ്വമാരെ ദൈവത്തിൻ്റെ വൈസ്രോയിയായി സൃഷ്ടിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞായിരുന്നു, അത് രാവിലത്തെ ഏർലി മോർണിംഗ് ക്ലാസ്സിനായിരിക്കും പറഞ്ഞത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ അവരുടെ കോളനിയായി പിടിച്ചിരുന്ന കാലം ഒരു വൈസ്രോയിയെ ബ്രിട്ടീഷുകാരനെ ഇവിടെ ആക്കിയിരുന്നു. ബ്രിട്ടൻ്റെ വൈസ്രോയ് ബ്രിട്ടൻ്റെ ആളാ. അവരുടെ കൾച്ചർ, അവരുടെ ചിന്ത, അവരുടെ സ്വഭാവം, അവരുടെ തൊലിയുടെ നിറം, കണ്ണിൻ്റെ നിറം, സകലതും അവരുടെയാ. വസ്ത്രധാരണം പോലും ബ്രിട്ടൻ്റെയാണ്. എങ്കിലേ ഒരു വൈസ്രോയി ആകത്തുള്ളൂ. ഇങ്ങനെ മനുഷ്യനെ ഒരു വൈസ്രോയിയായി ദൈവം സൃഷ്ടിച്ചു. അവന് 5 അധികാരങ്ങൾ കൊടുത്തു, 2 ഉത്തരവാദിത്വങ്ങൾ കൊടുത്തു, അവനെ ഒരു വാണിംഗും കൊടുത്തു. ദൈവം സൃഷ്ടിച്ചു. എങ്ങനെയായിരുന്നു സൃഷ്ടിച്ചത്? പദം മാറിക്കോട്ടെ. ആ സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു? വേഗത്തിൽ ഒന്നുകൂടെ ചിന്തിച്ചേച്ച്, ഞാൻ പറഞ്ഞ കണ്ടിന്യൂറ്റിയാണ്, പക്ഷേ ആത്മയുദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. മനുഷ്യൻ ആദ്യമേ ദൈവം സൃഷ്ടിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും എന്ന് പറഞ്ഞാൽ വൈസ്രോയി ആകണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടല്ലേ പറ്റുള്ളൂ. സ്വർഗത്തിൽ വെച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ ദൈവം അനുഗ്രഹിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഒന്ന് ശ്രദ്ധിച്ചോണം,
ഒന്നാമത്തേത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞു നമ്മുടെ പുറകിൽ ഒരു പുസ്തകമുണ്ട്, ഈയിടയിൽ കിട്ടിയതാണ്, കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ ആദ്യം അത് വിറ്റു തുടങ്ങിയത്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഈ കാര്യം അതിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും മനുഷ്യ ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റെതാണ്. എന്നിട്ട് ഇതിനെ താഴെ മണ്ണിലോട്ട് കൊണ്ടുവരണം. കാര്യം ഇവിടെ ഭരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആത്മാവിന് കയറാനൊക്കാത്ത, വസിക്കാനൊക്കാത്ത, പ്രവർത്തിക്കാനൊക്കാത്ത ഒരു സിറ്റുവേഷനാണ്. ഞാൻ കോൾഡ് സ്റ്റോറേജിനകത്ത്, വാക്കിംഗ് കോൾഡ് സ്റ്റോറേജിനകത്ത് കയറി നടന്നിട്ടുണ്ട്. പലരും അങ്ങനെ നടന്നിട്ടുണ്ടാവും. നമ്മുടെ ഇറച്ചിയും മീനും ഒക്കെ കേടാകാതെ -18 ആണെന്ന് തോന്നുന്നു, -18 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സൂക്ഷിക്കുന്ന വലിയ കപ്പൽ ലോഡ് കണക്കിന് കയറ്റിയിടാവുന്ന കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ ചർച്ചിലെ സഹോദരന്മാർ അത് ഓൺ ചെയ്യുന്നവരുണ്ട് ബിസിനസ്സിന് വേണ്ടി. അങ്ങനെ ഒരു പുള്ളിയുടെ അവൻ്റെ പേര് ഞാൻ പറഞ്ഞു, വാട്ടവർ, അദ്ദേഹത്തിൻ്റെ കോൾഡ് സ്റ്റോറേജിൽ ഒരിക്കൽ ഞാൻ പോയി. അവിടെ എനിക്ക് ഇരിക്കാനൊക്കെ ഇരുന്ന് ഞാൻ ചത്തു. കാര്യം -18 ഡിഗ്രിയാണ്. പക്ഷെ അതിനകത്തോടെ എനിക്ക് നടക്കാം. എളുപ്പമൊന്ന് നടന്ന് കണ്ടേ ചെഞ്ഞു പോരാ. അതിനകത്ത് ഇരിക്കാനൊക്കത്തില്ല, കിടക്കാനൊക്കത്തില്ല. അവിടെ കൊണ്ട് കസേരയും ഇല്ല, അവിടെ അതുകൊണ്ട് ബെഡും ഇല്ല. അതൊന്നും നമുക്ക് പറ്റില്ല. ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി മീനും അവിടെ അങ്ങോട്ട് കൊണ്ട് കയറ്റി വെക്കുമ്പോൾ, ക്രെയിൻ ആയിരിക്കും കൊണ്ട് കയറ്റി വെക്കുന്നത്, കറക്റ്റ് സ്ഥലത്ത് ഇരിപ്പുണ്ടോ ഇല്ലയോ നോക്കാൻ നമുക്ക് കയറി നടന്ന് നോക്കാം. ആത്മാവിന് ഇതുവഴി ഒന്ന് പാസ് ചെയ്യാമെങ്കിൽ ഇവിടെ താമസിക്കാനൊക്കത്തില്ല. അതുപോലെ ഒരു എൻവയർമെൻറ്റ് ദൈവം ഇവിടെ ഉണ്ടാക്കി. പറയുന്നത് മനസ്സിലാകുന്നല്ലോ? ആ എൻവയർമെൻറ്റിൽ ആത്മാവിന് ഒന്ന് താമസിക്കാനൊക്കത്തില്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മാവാണ്. അതിനെയാണ് ഇങ്ങോട്ട് അയക്കേണ്ടത്, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും. ഇനി അവനെ ഇവിടെ താമസിപ്പിക്കേണ്ടതിന് വേണ്ടി മണ്ണുകൊണ്ട് ഈ മണ്ണിൽ നിന്നൊരു സൂട്ടുണ്ടാക്കി. ഇവിടെ നിന്നൊരു സൂട്ട് ഉണ്ടാക്കി. അതാണ് ഈ പുറമേ ഉള്ള ശരീരം. അതും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ഇവിടുന്ന് രൂപീകരിച്ചു. എന്നിട്ട് ആ സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച സൂട്ടിനകത്തോട്ട് ഊതിക്കയറ്റി. ഈ പദം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഭയങ്കര പ്രയാസമാണ്. ബഥേലിലുള്ളവർക്ക് ഇത് കാണാപ്പാടം അറിഞ്ഞിരിക്കണം, ബാക്കിയുള്ളവർക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് തൊടാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപീകരിച്ചു. സൃഷ്ടി അല്ലത്, പൊടി കൊണ്ടുള്ളത് സൃഷ്ടി അല്ല, ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കുകയല്ല, ഉള്ള പൊടിയെ രൂപീകരിച്ച് മനുഷ്യ ശരീരം ഉണ്ടാക്കുകയായിരുന്നു. ആ ശരീരത്തിലേക്ക് ജീവശ്വാസം ഊതി. ജീവശ്വാസം എന്ന വിശദീകരണം എന്ത്? അതിൻ്റെ വിശദീകരണം എന്ത്? എബ്രായ ഭാഷയിൽ റൂഹ എന്നൊരു വാക്കുണ്ട്. ആ വാക്കാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. റൂഹ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. റൂവ എന്ന വാക്ക്, റൂഹ എന്ന നമ്മൾ പറയുന്നത് ഭാഷ പഠിക്കാനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ റൂഹ എന്ന ഉച്ചാരണം എടുത്തെന്ന് മാത്രം. റൂഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അതിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ആത്മാവെന്ന, 2ാമത്തെ അർത്ഥം കാറ്റെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവം റൂഹ ഊതി എന്ന് പറഞ്ഞാൽ കാറ്റൂതി നമ്മൾ അതായി വലിക്കുകയും വിടുകയും ചെയ്യുന്നത് നമുക്കങ്ങ് തോന്നിപ്പോവും. അത് വരാതിരിക്കാനാണ് ജീവനുള്ള റൂഹയെ ഊതി എടുത്തെഴുതിയിരിക്കുന്നത്. ജീവനുള്ള റൂഹ. കാറ്റിന് ജീവനില്ല, ആത്മാവിന് ജീവനുണ്ട്. ജീവനുള്ള റൂഹയെ മൂക്കിലോട്ടൂതി. അതങ്ങ് അകത്തോട്ട് പോയത് കൊണ്ടാണ് ആത്മാവിനെ അകത്തെ മനുഷ്യനെന്നും പുറമേ ഈ മണ്ണിരിക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണിനെ പുറത്തെ മനുഷ്യനെന്നും ബൈബിൾ വിളിക്കുന്നത്. ഈ അകത്തെ മനുഷ്യൻ ജീവനുള്ള ആത്മാവായി അകത്ത് കയറിയതോടെ മനുഷ്യൻ ജീവനുള്ള ദേഹി അല്ലെങ്കിൽ ജീവൻ അവനിൽ ഉണ്ടായി. ഇപ്പോൾ മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യവുമുണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപവുമുണ്ട്. അകത്തെ ആത്മാവിനുമുണ്ട്, പുറത്തെ മനുഷ്യനുമുണ്ട്. ഇത് രണ്ടും ദൈവിക സാദൃശ്യത്തിലാണ്. ഓരോ കുഞ്ഞും അമ്മയുടെ ഉള്ളിൽ നിന്ന് ജനിച്ച് വെളിയിലോട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ് ഈ പുള്ളി വരുന്നത്. കാര്യം ദൈവം സൃഷ്ടിച്ച ശരീരത്തിൽ ദൈവം സൃഷ്ടിച്ച ആത്മാവുമായിട്ടാണ് ഈ പുള്ളി വരുന്നത്. വൈസ്രോയിക്ക് വേണ്ട അടുത്ത അതിനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ആണും പെണ്ണുമായിട്ടാണ് ഉണ്ടാക്കിയത്. വൈസ്രോയിക്ക് വേണ്ട ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം, ആണും പെണ്ണുമായി. ദൈവത്തിന് വേണ്ട അടുത്ത കാര്യം, വൈസ്രോയിക്ക് വേണ്ട അടുത്ത കാര്യം ഡ്രസ്സാ. UK-യുടെ ഇംഗ്ലണ്ടിൻ്റെ വൈസ്രോയി ഇവിടെ വന്നാൽ ബ്രിട്ടീഷ് ഡ്രസ്സ് വേണം. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു. തേജസ്സും ബഹുമാനവുമാണ് ദൈവത്തിൻ്റെ വസ്ത്രം, അത് ധരിപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ വൈസ്രോയിയായി മാറി, സ്ത്രീയും പുരുഷനുമായി ജനിച്ചു. അവനെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകണം, പെരുകി ഭൂമിയെ അടക്കി വാഴണം. തുടർന്ന് അവർക്ക് 5 വിധ അധികാരങ്ങൾ വീണ്ടും ഏൽപ്പിച്ചു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 5 വിധ അധികാരങ്ങൾ സ്വർഗത്തിൽ വെച്ച് കൊടുത്തു.
ഭൂമിയിൽ ശരീരം ഉണ്ടാക്കിയ ശേഷം ആത്മാവിനെ ഊതിക്കയറ്റിയേച്ച് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വീണ്ടും ഈ അധികാരങ്ങൾ കൺഫേം ചെയ്തു. ഈ ട്രാൻസ്ഫർ നടന്നതുകൊണ്ട് നിന്റെ അധികാരം മാറുന്നില്ല, അത് ചെയ്തോളാൻ ഏൽപ്പിച്ചു, ഭൂമിയിലേക്ക് വിട്ടു. സാത്താൻ ഈ ഓരോ സൃഷ്ടി ഘടകത്തോടും പോരിടും. ഒന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മാറ്റുവാൻ അവനെ കൊണ്ട് ഒക്കുന്നിടത്തോളം ചെയ്യും. അവിടെയാണ് കൾച്ചറൽ ചേഞ്ച്. നമ്മൾ മുമ്പേ ചിന്തിച്ചു വന്ന 4 ദൂതവിഭാഗങ്ങളിൽ 3 കൂട്ടർ കൾച്ചറൽ ചേഞ്ചിനാണ് ട്രൈ ചെയ്യുന്നത്. മെമ്മറീസ് ഇത്ര ആക്യുറേറ്റ് ആയിട്ടൊക്കെ എങ്ങനെ വരുന്നത്? ഇവിടെ ഞാൻ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2000 വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്തവൻ്റെ പേര് ഓർമ്മയുണ്ടോ? ആരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്? ഇവനാണ് ആ ഇൻഫർമേഷൻ എനിക്ക് എടുത്തുകൊണ്ട് തന്നത്. ഇൻ്റർവ്യൂ ചെയ്ത ആളിൻ്റെ പേര് വരെ അയാളുടെ പടം സഹിതം കാണിക്കാം. നമ്മൾ അടുത്ത ദിവസം വരും. 2000 വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്തു. 2000 വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടിയ ഇൻഫർമേഷൻ്റെ ഭാഗമായത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഭൂമിയിലുള്ള വലിയ വലിയ പുള്ളികൾ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പലരും ഇവൻ്റെ അടിമകളാണ്. അവരോട് പിന്നീട് ചോദിക്കുമ്പോഴാണ് ഇതെല്ലാം വളരെ കറക്റ്റാന്ന് പറയുന്നത്. ഇന്ന് ഞാൻ മുമ്പേ റെപ്റ്റലിയൻസിൻ്റെ മോഡൽ എടുത്ത് കാണിച്ചു. ഇനി ഇങ്ങോട്ട് വരുന്നു അടുത്തത് കാണിക്കാൻ വേണ്ടി. തുണി ഉടുക്കാൻ നടക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു. അത് അവൻ്റെ ഫാഷൻ ഞാൻ എടുത്തു കാണിച്ചു. മോഡലുകൾ കാണാം 2 ദിവസം കഴിയുമ്പോൾ. ഇങ്ങോട്ടുണ്ട് കാണിക്കാൻ ഞാൻ. നമുക്ക് ഈ കണ്ടതുപോലെ ക്ലാരിറ്റിയിലുള്ളതായത്. ഇതുങ്ങളെല്ലാം കൂടി മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. 2, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കളയാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ലേഡീസ് ഫസ്റ്റ്, എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞു. 3, വർദ്ധിച്ചു പെരുകുവാൻ കഴിയാത്ത കുടുംബങ്ങളാക്കി മാറ്റേണ്ടതിന് ഒന്നുകിൽ പെണ്ണും കൂടെ വിവാഹം കഴിക്കുക, ഇല്ലെങ്കിൽ ആണും കൂടെ വിവാഹം കഴിക്കുക. വർദ്ധിച്ചു പെരുകുവാൻ കഴിയാത്ത ഹെർബർട്ട് ഹോക്കിങ്സ്, താങ്ക് യു, ഫെമയിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഫെമ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയാണ്. നാച്ചുറൽ കലാമിറ്റിയിൽ കഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പക്ഷെ നാച്ചുറൽ കലാമിറ്റിയിൽ സഫർ ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഏലിയൻ അബ്ഡക്ഷനിൽ സഫർ ചെയ്യുന്നവരായി. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ 2 പേരെ കാണുന്നില്ല, എൻ്റെ മോളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാ ഇതിനകത്ത് നാച്ചുറൽ കലാമിറ്റിയേക്കാൾ കൂടുതൽ വിഷമിക്കാതിരിക്കുക? ഇതെവിടെ ആർക്ക് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ അധികം ജോലിയില്ലാത്ത ഫെമയെ ഏൽപ്പിച്ചു. അതിനകത്ത് നിന്നാണ് ഈ മനുഷ്യനെ ഇതിനകത്ത് ഒരു കമ്മീഷനാക്കി, അത് എൻ്റെ ലാംഗ്വേജാണ് കമ്മീഷൻ, എൻക്വയറി ഇൻചാർജാക്കി അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹമാണ് 2000 ആളുകളെ ഏലിയൻസ് പിടിച്ചുകൊണ്ട് പോയതിൽ തിരിച്ചു കിട്ടിയ 2000 വ്യക്തികളെ വൺ ആഫ്റ്റർ ദി അതർ ഇൻ്റർവ്യൂ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പദം കൂടെ ശ്രദ്ധിച്ചു. ഒരു ദിവസം അദ്ദേഹം ഈ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തനിക്ക്, ഞാൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം, പെട്ടെന്ന് തനിക്ക് ഒരു ടെലിഫോൺ കോൾ കിട്ടി. മേശപ്പുറത്തിരിക്കുന്ന ടെലിഫോൺ അടിച്ചു. അദ്ദേഹം ആ ടെലിഫോൺ എടുത്തു. ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോടെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ സീല് സഹിതം, മോണോഗ്രാം സഹിതം പരിചയപ്പെടുത്തിയതല്ല. രഹസ്യമൊന്നുമല്ല. നമ്മളാരും ഇത് കാണാതെ ചെകുത്താൻ കുറേ പേരുടെ കണ്ണ് കെട്ടിയത് കൊണ്ട് അവൈലബിളൊക്കെയാണ് ഇൻഫർമേഷൻ. അയാൾ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ, മേ ബി 10 മണി 11 മണി, എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരുന്ന ഫോൺ അടിച്ചു. അദ്ദേഹം മേശപ്പുറത്തെ ഫോൺ എടുത്ത്, അന്ന് സെൽഫോൺ കണ്ടുപിടിച്ചിട്ടില്ല, 1950കളിലെ കഥയാ. അദ്ദേഹം ഫോൺ എടുത്തു, അറ്റൻഡ് ചെയ്തു. ആരോ ഒരാൾ മറുവശത്തു എന്ന് പറയുന്നു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്, ഈ അപ്ഡേറ്റ് ചെയ്തവരുടെ ചരിത്രമാണ്, അവരുടെ കാര്യം പറയാനുണ്ട്. ശരി, വന്നാട്ടെന്ന് പറഞ്ഞേച്ച് അദ്ദേഹം ഓർത്തു, ഞാൻ വെളിയിലത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ വെളിയിൽ നിന്നൊരുത്തിനോട് വരുമ്പോൾ സ്റ്റെപ്പെ തട്ടി വീഴണ്ട, അതുകൊണ്ട് ലൈറ്റ് അങ്ങ് ഓൺ ചെയ്തേക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്യാൻ എഴുന്നേപ്പോൾ, സെക്കൻഡുകൾക്കകം ലൈറ്റ് ഓൺ ചെയ്യാൻ എഴുന്നേറ്റപ്പോൾ വിളിച്ച പുള്ളി തേണ്ട നിൽക്കുന്നു വാതുക്കൽ. അന്ന് സെൽഫോൺ ഇല്ല, എവിടെയെങ്കിലും ഒരു ലാൻഡ് ഫോൺ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. നേരെ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും വിളിച്ചാൽ ഇവിടെ വരാൻ നേരമായിട്ടില്ല. ഇയാൾ എങ്ങനെ വന്നു? അപ്പം ഇയാൾ എന്തോത്തെന്നാ വിളിച്ചത്? ഇയാളുടെ വേഗത എന്നാ? ഫോൺ ഇല്ലാതെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ ഒക്കുവോ? ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റില്ല. അയാൾ വന്നു കയറിയതോടെ കഴിഞ്ഞു. അയാളോട് സംസാരിക്കാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അയാൾ ഇങ്ങോട്ട് പറയുന്ന ടെലിപ്പതി ഉപയോഗിച്ച ഭാഷയൊന്നും അതിന് വേണ്ട. മുഴുവൻ കറുത്ത വസ്ത്രം മാത്രം ധരിച്ച്, MIB മുഴുവനും കറുത്ത വസ്ത്രം മാത്രം ധരിച്ച് വന്നിരിക്കുന്ന ഈ മനുഷ്യൻ, കറുത്ത കൂളിംഗ് ഗ്ലാസ് രാത്രിയിൽ, എല്ലാം കറുപ്പ് മാത്രം. അയാൾ ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കോയിൻ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. ഇയാളുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ കോയിൻ കിടപ്പുണ്ട്. തൻ്റെ കോയിൻ പുറത്തോട്ടെടുത്തു, കയ്യിൽ എടുക്കുകയും ഇത് ആവിയായിട്ട് അങ്ങ് പോയി. സൂക്ഷിച്ചോളാൻ പറഞ്ഞു, മറ്റൊരു സ്ഥലവും വിട്ടു. ഒന്നും വേറെ പറയുന്നില്ല, സൂക്ഷിച്ചോളാൻ പറഞ്ഞു, സ്ഥലവും വിട്ടു എന്ന് പറഞ്ഞാൽ നീ എൻക്വയറി ചെയ്താൽ നീ ഇതുപോലെ ഇരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം.
പക്ഷേ അയാൾ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ദിവസം ഒരു ഫ്ലൈയിങ് സോസറിൻ്റെ പിക്ചർ എടുത്ത് ഒരു കൊച്ചൻ്റെ അടുക്ക ചെന്നു. ഫ്ലൈയിങ് സോസർ പറന്നു വന്ന കൂട്ടത്തിൽ കൃത്യം അവൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു. അവൻ പിക്ചർ എടുത്ത് അങ്ങ് കിട്ടി. അവൻ്റെ അടുക്ക വന്നു. അവനോടും പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കോയിൻ എടുത്തോളാൻ പറഞ്ഞു. അവനും കോയിൻ എടുത്തു. കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. പിടിച്ചു. ആവിയായി. അവനോട് പറഞ്ഞു, ഈ പടം പുറത്തു പോയാൽ നിന്റെ ഹാർട്ട് ഇതുപോലെ അങ്ങ് പോകും. ഇത്ര ടെറിബിളായ ഭീഷണികൾ കൊടുത്ത ചരിത്രം പ്രിന്റ് ചെയ്ത് പത്രത്തിൽ കിടക്കുന്നത് ഇങ്ങോട്ട് എടുത്ത് ഞാൻ ഇട്ട് തരാം. ഇന്നിതൊന്നും രഹസ്യമല്ല, ഇന്നിതെല്ലാം യാഥാർത്ഥ്യമാണ്. എന്നെ ഇത് എത്ര കണ്ട് ആക്രമിച്ചു എന്ന് മാത്രം അന്വേഷിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കളഞ്ഞു. അവൻ്റെ ഫോർമിലേക്ക് മാറ്റേണ്ടതിന് ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപവും മനുഷ്യനിൽ നിന്ന് മാറ്റി പൈശാചിക സാദൃശ്യത്തിലേക്ക് മാറ്റി. നാം ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മുതൽ കാണുന്ന മാർക്കിംഗ്, ഇവൻ്റെ മേജർ അജണ്ടയിൽ ഒന്നാണ് അവൻ്റെ മാർക്ക് മനുഷ്യൻ്റെ മേൽ അടിക്കുക. ശരീരത്തിൽ ടാറ്റു കുത്തുന്നതൊക്കെ അല്പം കൂടെ കൂടിയ പണിയാണ്, കിഴുത്തയിടുന്നത് ഒത്തിരിയും കൂടി ഉയർന്ന പണിയാണ്. ഞാനതല്ല പറഞ്ഞെങ്കിൽ ലോവസ്റ്റ് ലെവലിൽ മുതൽ തുടങ്ങുക. ധരിക്കുന്ന വസ്ത്രം മുതൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും മാറ്റി. പക്ഷേ ദൈവ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ച് അധികാരം ഏൽപ്പിച്ചു, ഈ മണ്ണിലോട്ട് അയച്ചു. ഓക്കെ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് എനിമോർ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യനെ ദൈവം ഏതെനിലൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിലാക്കി വെച്ച് പറഞ്ഞു, തോട്ടം സൂക്ഷിച്ചോണം. അവിടെയായിരുന്നു 2 അധികാരങ്ങൾ കൊടുത്തത്. തോട്ടം സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. ദൈവം ആ തോട്ടത്തിൽ കൊണ്ടാക്കിയ ശേഷം തോട്ടം സൂക്ഷിച്ചോളാൻ പറഞ്ഞു, ഇതിനകത്തൊന്നും കയറാതെ. അന്നേരത്താണ് നമ്മുടെ പാമ്പ് കയറി വരുന്നത്. റാപ്റ്റിലിൻ വിഭാഗത്തിൽപ്പെട്ട വീണുപോയ ദൂതൻ എന്ന് പറയുമ്പോൾ റാറ്റിൽസ് എന്ന് പറയുന്നതിനെ ഓർമ്മയുണ്ടോ? പാമ്പ്, പഴുതാര, എഴഞ്ഞു നടക്കുന്ന ജീവികൾ, റാപ്റ്റിൽസ്. അവൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയുമായി അവൻ കൂട്ടുകൂടി. ഇതിനകത്ത് അവൻ ഇറങ്ങി വന്നാൽ അവൻ്റെ സ്വഭാവം എൻ്റെ ഉണ്ടെങ്കിലേ എന്നോട് കൂട്ടുപിടിക്കത്തുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു സ്വഭാവമാണ് എനിക്കെങ്കിൽ എന്നെ വിട്ടേച്ച് അടുത്ത ആൾ നോക്കും അവൻ. ഇന്ന് പകൽ ചിലർക്ക് പറയാമോ, പിശാചേ വേറെ ആൾ നോക്കടാ, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാ. പക്ഷെ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മേൽ ഇവൻ മാർക്കിടും. ഒരൊറ്റ കണിക കിട്ടിയാൽ മതി, ഒരു ചെറിയ 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 മാർക്ക് വീണാൽ മതി, അവനെ അകത്ത് അങ്ങ് പൊയ്ക്കോളും. പല ദൈവദാസന്മാർ വീണുപോയതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പലർ വീണുപോയത് വിധിക്കാൻ ഞാൻ ആരുമല്ലെങ്കിലും നോക്കി വരുമ്പോൾ ഒരുത്തന് പണക്കൊതി. ആദ്യമേ അതേ ഉള്ളായിരുന്നു, ഇനി കരകയറ്റാൻ വയ്യാത്തതുപോലെ അവൻ വീണു. വേറൊരുത്തന് അധികാരമോഹം, അത്ര ഉള്ളായിരുന്നു, ഇനി കരകയറ്റാൻ വയ്യാത്ത പോലെ അവൻ പോയി. പിന്നെ ഒരാൾക്ക് സൗന്ദര്യഭ്രമം, അത്ര ഉള്ളായിരുന്നു, ഇനി ഒരിക്കലും കരകയറ്റാൻ വയ്യാത്ത പോലെ അവൻ പോയി. ഒരാണി അവൻ അടിച്ചേച്ചു പോയാൽ, ആണിക്കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരു മനുഷ്യന് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു. വാടകയ്ക്ക് എടുക്കാനും ഒരാൾ തയ്യാറായി. സാധാരണ വലിപ്പമുള്ളൊരു വീടാണ്, കിട്ടാവുന്ന വാടകയുടെ 3/1 4/1 കൊടുത്താൽ മതി, തരാമെന്നായി. ഒരാൾ കയറി, എനിക്ക് ആ വീട് വേണം. അപ്പോൾ ഈ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് വീട്ടിൽ വരും, ഇതിൻ്റെ ഒരു മുറിക്കകത്ത് ഒരാണി ഞാൻ അടിക്കും, ആ ഒരാണി മാത്രം എൻ്റെ, അത് ഞാൻ വാടകയ്ക്ക് തരത്തില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് വീടിനകത്തൊന്ന് വരും, 1 മിനിറ്റ്, ഒരാണി ഞാൻ ഒരു മുറിക്കകത്ത് അടിച്ചേക്കും, ആ ആണി എൻ്റെയാണ്, ആ ആണിയിൽ വേറെ നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അയാൾ പറഞ്ഞു, അയ്യോ അതിനെന്താ, ഇത്രയും വാടക കുറച്ച് വലിയ വീട് കിട്ടുമ്പം. അയാൾ വലിയൊരു പെഗ് അവിടെ അടിച്ചു വെച്ച് പോയി, ഒരു ആണിയുടെ സ്ഥാനത്ത്. ഒരു പെഗ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള, ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു ആണി അടിച്ചു. വന്ന ആണി അവിടെ ഉണ്ടോ എന്ന് നോക്കി വെച്ച് പോകുമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഞ്ചി അതേ കൊണ്ട് തൂക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വരും. ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ സഞ്ചിക്കകത്തുനിന്നൊരു നാറ്റം വന്നു തുടങ്ങി. കുറേ പച്ച മാംസമാണ് സഞ്ചിക്കകത്തിരുന്നത്. ഒരാഴ്ച കൊണ്ട് നാറിയിട്ട് വീട്ടിൽ കയറാനൊക്കത്തില്ല. ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, ഇത് എടുത്തോണം, ആണി എൻ്റെയാ. അവൻ 1 വർഷത്തെ അഡ്വാൻസ് കൊടുത്ത വാടക തലേ ചൊറിഞ്ഞ് ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. ഒരാണി ചെകുത്താന് കൊടുക്കരുതേ, അവൻ ആദ്യം തൂക്കേണ്ടത് തൂക്കും. ഒരാണി അവന് കൊടുക്കരുതേ, അവൻ തൂക്കേണ്ടത് തൂക്കും. ഇന്ന് തിരിഞ്ഞു നിന്ന് പാമ്പുകളെയും തേളുകളെയും ചവിട്ടും എന്ന് പറയണമെങ്കിൽ ശത്രുവിൻ്റെ വക എൻ്റെ ഇല്ല എന്ന് ഉറപ്പാക്കുക. ഞാൻ നിസ്സാരമൊന്നീ നല്ല കയറി വരുന്നത് ഗൗരവമുള്ള ഒന്നിൽ നിന്നാണ് വരുന്നത്. ശത്രുവിനുള്ള യാതൊന്നും എൻ്റെ മേലില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇന്ന് പകൽ വാ. അതാണ് യേശു കാൽവരിയിൽ നിവർത്തീകരിച്ചത്.
ഞാൻ ഇനി എളുപ്പം ആ ഭാഗത്തോട്ട് ചാടട്ടെ. ഇത് ഞാൻ ഓഫ് ചെയ്യാണ് മോനെ. താങ്ക് യു. ഇന്നത്തെ ഇടം ഇത് കഴിഞ്ഞു. നമുക്ക് വ്യാഴാഴ്ച തുടരാം. ഏതാണ്ടൊന്ന് മനസ്സിലായി എന്ന് എല്ലാവർക്കും ഉറപ്പായല്ലോ. ഞാൻ ഞങ്ങളുടെ കുന്ന് കൊണ്ടൊന്നല്ലെന്നും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇത് ഞങ്ങളുടെ കുന്ന് കൊണ്ടൊന്നല്ല. ഇത് ലോകത്തിൽ എല്ലാവർക്കും അവൈലബിളാണ്. വേണ്ടവർക്ക് തപ്പിയെടുക്കാവുന്നവർക്ക് അവൈലബിളാണ്. 100% യാഥാർത്ഥ്യമാണ്. യേശു ഒടുക്കത്തെ ആദാമായി ഇവിടെ അവതരിച്ചു. ഒന്നാമത്തെ ആദാം സകലതും നശിപ്പിച്ചു. തോട്ടത്തിൽ പാമ്പിനെ കയറ്റി. പാമ്പ് കൊടുത്ത മോഹന സുന്ദര വാഗ്ദത്തങ്ങൾ എടുത്തു. അന്നവൻ ആദാമിന് കൊടുത്ത വാഗ്ദത്തം നീ ദൈവത്തെ പോലാകുമെന്ന. ഇന്ന് മനുഷ്യന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ, ഞാൻ തമാശ പറയുകയല്ല, ഇന്റർനെറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുക, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ എന്ന് എടുത്തുകൊണ്ട് പറയുക. ഇന്ന് മനുഷ്യന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ അകത്ത് അപാര കഴിവുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപാര കഴിവുകളുണ്ട്. അത് ഞാൻ പറയുന്നത് പോലെ നടന്നാൽ നിനക്ക് കിട്ടും. ഇന്ന് പലയിടങ്ങളിലും വെളിപ്പെടുന്ന പൈശാചിക ശക്തികൾ പോൾ ഹെയ്ലറോട് ഉൾപ്പെടെ പറഞ്ഞത് ടെക്നോളജി മുഴുവനും കൈമാറിയേക്കാം. പ്രകാശത്തെക്കാൾ അധിക വേഗത്തിൽ നിനക്ക് സഞ്ചരിക്കാം. ചിന്തയുടെ വേഗതയിൽ നിനക്ക് പോകാം. ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് മാറാം. മുഴുവൻ ടെക്നോളജിയും നിനക്ക് തന്നേക്കാം. ഞാൻ പറയുന്ന പോലെ നടന്നോണം. ഒന്ന്, ഒരു സർവ്വലോക ഒരു ഗ്ലോബൽ ഗവൺമെന്റ് ഉണ്ടാകണം. 2030 ഗ്ലോബൽ ഗവൺമെന്റ് ഉണ്ടാക്കാമെന്നാണ് UNO കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം. അറിയാമോ? ഇതറിയാമോ? ഏതൊരിതിനകത്തുണ്ടോ? 2030 ഇനിയും 15 വർഷത്തിന് താഴെ ഗ്ലോബൽ ഗവൺമെന്റ് ഉണ്ടാക്കി തന്നേക്കാം. ഗ്ലോബൽ റിലിജിയൻ ഉണ്ടാക്കി തരുവാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. 2030 14 വർഷത്തിനകം ഒരു ഗ്ലോബൽ ഗവൺമെന്റ് ഉണ്ടാകണം, ഒരു ഗ്ലോബൽ റിലിജിയൻ ഉണ്ടാകണം. അവന്റെ താല്പര്യമാ. ഇതുണ്ടായാൽ അവനിത് പിടിക്കാം. ഇല്ലടോ, ഭരിക്കത്തില്ല. ദൈവം തൻ്റെ വായിലെ ശ്വാസത്താൽ നിന്നെ ഇല്ലാതാക്കും. ഇതിനു മുമ്പേ എൻ്റെ യേശു പ്രത്യക്ഷനായി ഒടുക്കത്തെ ആദാമായി. യേശു ഒടുക്കത്തെ ആദാമായി പ്രത്യക്ഷനായി കാൽവറിയിൽ വെച്ച് വില കൊടുത്തു തീർത്തു. ഈ റാപ്റ്റിലിൻ വിഭാഗത്തിന്റെ തല തകർത്തി. ഞാൻ റാപ്റ്റിലിനെ എന്നാ പോയത്. ആ വിഭാഗത്തിൽപ്പെട്ട പാമ്പിലാണ് ഇവൻ ആദ്യം കയറുന്നത്. നിങ്ങൾക്കറിയാമോ, ശരീരത്ത് വരച്ചു വെക്കുന്ന ടാറ്റുവിൽ അധിക പങ്കും പൈശാചിക രൂപങ്ങളാണെന്ന്? ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് തൊടാം. ഈ രൂപങ്ങൾ മനുഷ്യന്റെ പുറത്ത് വെച്ചു അകത്തവന്റെ സ്വഭാവങ്ങൾ കയറ്റി. രണ്ടും ഒരുപോലെ അകത്തവന്റെ സ്വഭാവങ്ങൾ കയറ്റി. യേശു കാൽവറിയിൽ അകത്തെ സ്വഭാവവും പുറത്തെ ശൈലിയും ഒരുപോലെ ദൈവികമായി തെളിയിച്ചു. കാൽവറിയിൽ വില മുടക്കി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇന്ന് അത്ര എനിക്ക് എടുക്കാനൊക്കത്തുള്ളൂ. ബഥേലിനെ അറിയാം, അല്ലാത്തവർക്ക് അറിയത്തുമില്ല. ഈ ആത്മാവിനെ യേശു ദൈവസഭയ്ക്ക് നൽകി. അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ പാമ്പുകളെയും തേളുകളെയും നിങ്ങൾ ചവിട്ടണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ചവിട്ടാൻ തുടങ്ങുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയുന്നൊരു പദമുണ്ട്. പണ്ട് പറഞ്ഞായിരുന്നു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നീ ഏതാടാ? നീ നമ്മുടെ ആളാടാ. നമ്മൾ അന്യോന്യം ചവിട്ടാനോ? നീ നമ്മുടെ ആളാടാ. യേശു എൻ്റെ ആളല്ല, പൗലോസ് എൻ്റെ ആളല്ല, പക്ഷെ നീ എൻ്റെ ആളാ. നമ്മൾ രണ്ടും ഒരുപോലാ. ഇന്ന് എന്നെ കണ്ടാൽ പിശാചി പറയരുത് ഞാൻ അവൻ്റേതാണെന്ന്. കാരണം അവൻ്റെ വക ഒന്നും എൻ്റെ ഇല്ല. ക്ഷമയും വേർപാടും എന്ന പേരിൽ ഒരു വെളുത്ത നിറത്തിലൊരു കൊച്ചു പുസ്തകം 10 രൂപയ്ക്കാൻ തോന്നുന്നത് കൊടുത്തത് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ബേസിക് ആശയം ഇതല്ലെങ്കിലും അതിനകത്ത് ഞാൻ ഒരു പദം ചേർത്തിട്ടുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അവൻ്റെ വക ഒന്നും എൻ്റെ ഇല്ല. എൻ്റെ കയ്യിൽ മീൻ ഇരുന്നെങ്കിലല്ലേ രാജസ്ഥാനിലെ പട്ടി എൻ്റെ പുറകെ വരൂ. കുഞ്ഞിൻ്റെ കയ്യിൽ ഈ നെയ്യപ്പം ഇരുന്നെങ്കിലല്ലേ അതിൻ്റെ പുറകെ പരുന്ത് വരൂ. യേശുവിൻ്റെ വാചകം ഇതായിരുന്നു, അവൻ തേണ്ട വരുന്നു, അവൻ്റെ വക ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഇന്ന് പകൽ അവൻ്റെ വകയൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ ദൈവമക്കൾ തീരുമാനിക്കട്ടെ. അവൻ്റെ വക ഒന്നും എൻ്റെ കയ്യിലില്ല എങ്കിൽ നാം ഇതിനെ ചവിട്ടും. ഇതിനെക്കുറിച്ച് അറിയാതെ ഒക്കത്തില്ല. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ അനുസരിക്കും? എങ്ങനെ നാം പ്രവർത്തിക്കും? പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി വിശ്വാസം ദൈവവചനത്താൽ വരേണ്ടതിന് ഞാൻ ഇന്ന് ദൈവവചനം ഉപയോഗിച്ചു. തെളിവിന് വേണ്ടി ശാസ്ത്രമണ്ഡലവും ഉപയോഗിച്ചു. ഇന്ന് പകൽ പിശാചിന്റെ വക എൻ്റെ ഇല്ല, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ മേൽ ഒരാത്മാവുണ്ട്. അവരോട് യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഇന്ന് പകൽ നാം അതിനുവേണ്ടി ഒരു